രാവിലെ തന്നെ നമ്മൾക്ക് സ്ട്രെസ് കെമിക്കലാണ് നമ്മൾ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു മോട്ടിവേഷനോ ഹാപ്പിനെസ്സോ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോ ഇല്ല. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് നമ്മൾ എത്തുന്നു. ഡിപ്രഷൻ എന്ന് പറയുന്നത് നോ മോട്ടിവേഷൻ എന്നുള്ള അവസ്ഥയാണ്. അതാണ് ഡിപ്രഷൻ. ഇപ്പം ശരിക്കുള്ള ഡിപ്രഷൻ എന്താ പറയുക, നമുക്ക് ഒന്ന് കുളിക്കാൻ പോലുള്ള മോട്ടിവേഷൻ ഇല്ല. അതായത് ഇരുന്നിട്ടേ താഴെ വീണ ഒരു പേപ്പർ പീസ് എടുക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല. അത്രയും സ്റ്റക്കായിരിക്കും ലൈഫിൽ. അതാണ് യഥാർത്ഥ ഡിപ്രഷൻ. കെന്നയുടെ ഒരുപാട് പ്രോബ്ലംസ് എന്നോട് വന്ന് പറയുകയാണെങ്കിൽ കെന്ന പറയും ആശ്വാസം, എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം. പക്ഷേ കെന്ന ഇറങ്ങിപ്പോയി ആ മൊമെന്റ് തൊട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് എൻ്റെ എനർജി ഫീൽഡ് ഇത്രയും നെഗറ്റീവ് എനർജി സക്ക് ചെയ്തു. അപ്പോൾ അത് സ്വയം ഹീൽ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കും അങ്ങനെ ലൈഫ് കോച്ചായിട്ട് പോവാൻ പറ്റില്ല. നമ്മളുടെ ഇന്നർ വേൾഡിന്റെ എക്സാക്ട് മിറർ റിഫ്ലക്ഷൻ ആണ് ഔട്ടർ റിയാലിറ്റി എന്ന് പറയുന്നത്. അത് ഈ അഫർമേഷനേക്കാൾ 1000 times പവർഫുൾ ആണ്. ഈ നമ്മളെ ഉള്ളിൽ നമ്മളുടെ ഒരുപാട് വേർഷൻസ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ആംഗ്രി സൈഡ് ഉണ്ട്, നമ്മളുടെ ജെലസ് സൈഡ് ഉണ്ട്, നമ്മളുടെ ആരും കാണാത്ത ഇതൊക്കെ മാസ്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ബിഹൈൻഡ് ദ സീൻസ്. ഇന്ന് ബിഹൈൻഡ് ദ സീൻസിൽ എൻ്റെ ഒപ്പം ഉള്ളത് ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ കൂടിയാണ്. കാരണം നമ്മുടെ മനസ്സിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിനെയും കൊണ്ടാണ് ഞാൻ ഇന്ന് ബിഹൈൻഡ് ദ സീനിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഡോക്ടർ ശ്രീവിദ്യ അനൂപ്, ലൈഫ് കോച്ച് സ്പെഷ്യലിസ്റ്റ് ആണ്. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഫാമിലി മെമ്പർ പറയാൻ കാരണം നമ്മൾ കുറച്ചല്ലേ 2-3 ഇന്റർവ്യൂസ് ഞങ്ങളുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പേർക്ക് അതൊക്കെ ഗുണം ചെയ്തു എന്ന് ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമല്ല ഇനി ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ളൂ ഡോക്ടറിനെ. അപ്പൊ ഞാനും കൂടെ എന്നാ നമ്മുടെ ചാനലിൽ ചെയ്തേക്കാന്ന് വിചാരിച്ചു. ലൈഫ് കോച്ച് ആണെന്നൊക്കെ ഇങ്ങനെ അപ്പുസേട്ടൻ പറഞ്ഞു. മൈൻഡ് പവർ കോച്ച്. മൈൻഡ് പവർ ഒക്കെ ഉണ്ട്, കണ്ടാ പറയില്ലെന്നേ. ഓ, ഒരാളെ കാണുമ്പോ തന്നെ ഇങ്ങനെ വായിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല, ഇതൊന്നുമില്ല. മൈൻഡ് പവർ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ ആളുകൾ ഇപ്പൊ ഡിപ്രഷൻ ആയിട്ടും ഇപ്പം അറിയാലോ, നമുക്ക് ഓവർ ഫോൺ യൂസേജും സ്ക്രോളിങ്ങും കൊണ്ട് നമുക്ക് സ്വയം നമ്മളെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഓവർ തിങ്കിങ് ആയിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ സഫർ ചെയ്യുന്ന കാരണം ലേസിനെസ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ള ആളുകളെ ഒന്ന് മാറ്റിയെടുക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ഒറ്റ നോട്ടത്തിൽ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. എനർജി വൈസ് ചിലപ്പോ മനസ്സിലാവും. ഇപ്പൊ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതും ഉണ്ട്. അതിപ്പം എന്റെ സൂപ്പർ പവർ അല്ല. സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ വൈബ്രേഷൻ സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. എന്നെ കണ്ടിട്ട് എന്താണ് സെൻസ് ചെയ്യാൻ പറ്റിയത്? വൈബ്രേഷൻ. എന്നെ ഒരു ക്യൂട്ട് കുട്ടി. അയ്യോ, അത് കേട്ടാ മതി. ആണോ? ഓക്കെ. ഈ ഡിപ്രഷൻ എന്നൊക്കെ ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട്. ഡിപ്രഷൻ അല്ലെങ്കിൽ അത് എന്നായിരുന്നു മാരേജ് കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ മാരേജിന് മുന്നേ വരുന്നുണ്ട്. ടോട്ടലി മൊത്തത്തിൽ ഇപ്പൊ എടുത്തു നോക്കിയാൽ ഡിപ്രഷൻ. എന്ത് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന ആദ്യം ഞാൻ ഡിപ്രഷൻ ആണോ എന്ന് ചോദിക്കുന്ന സുഖാണോ എന്ന് ആ ഒരു വേർഡ് അത്രയും ഓവർ യൂസ്ഡ് ആക്കണ്ട, അല്ല അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു വേർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെറോട്ടോണിൻ ആണ്. സെറോട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട ഒരു ഹാപ്പി കെമിക്കൽ ആണ്. അത് സെറോട്ടോണിൻ ശരിക്കും റിലീസ് ആവുക നമ്മൾ മോർണിംഗ് സൺലൈറ്റ് കാണുമ്പോഴാണ്, സൺറൈസ് കാണുമ്പോഴാണ് ഒരാൾക്ക് സെറോട്ടോണിൻ റിലീസ് ആകുന്നത്. പണ്ട് നമ്മുടെ കൾച്ചറിൽ, എസ്പെഷ്യലി ഹിന്ദു കൾച്ചറിൽ, രാവിലെ എഴുന്നേറ്റ് സൺലൈറ്റ് കാണുന്നത് തന്നെ നമ്മൾക്ക് ആ ഒരു ദിവസം മൊത്തം പ്രൊഡക്റ്റീവ് ആവേണ്ട ആ ഒരു എനർജി നമുക്ക് കിട്ടാണ്, കോസ്മിക് എനർജി വിത്ത് സെറോട്ടോണിൻ. അപ്പൊ ഇപ്പൊ ആരാണ് സൺലൈറ്റ് കാണുന്നത്? ആരാണ് സൺറൈസ് കാണുന്നത്? ആരുമില്ല. രാവിലെ എഴുന്നേറ്റുമ്പോൾ തന്നെ നമ്മൾ ഫോൺ എന്ത് നോട്ടിഫിക്കേഷൻ എന്താ വന്നിരിക്കുന്നത്, വാട്സ്ആപ്പ് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ തന്നെ നമുക്ക് റിലീസ് ചെയ്യുന്ന കെമിക്കലാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പൊ രാവിലെ തന്നെ നമ്മൾക്ക് സ്ട്രെസ് കെമിക്കലാണ് നമ്മൾ ബോഡിയിൽ റിലീസ് ചെയ്യുന്നത്. നമുക്കൊരു മോട്ടിവേഷനോ ഹാപ്പിനെസ്സോ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോ ഇല്ല. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് നമ്മൾ എത്തുന്നു. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട്, അല്ലാതെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ ഒരാൾക്ക് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ മാത്രം അനുഭവം പെർസ്പെക്റ്റീവ് ആണ്. എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഒരേ
ബയോകെമിക്കൽ റിയാക്ഷൻ ആണ് നടക്കുന്നത്. നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണ്. ബ്രെയിൻ തിങ്ക് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഇപ്പം സ്ത്രീകൾ ചിന്തിക്കുന്നത് പോലെയല്ല പുരുഷന്മാർ ചിന്തിക്കുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതെന്തായാലും മാറ്റം വരും. പക്ഷെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്. പക്ഷെ ലേഡീസിനെ വെച്ച് നോക്കുമ്പോൾ ലേഡീസിന് ഇമോഷൻസ് കൂടുതലാണ്. നമുക്ക് അറിയാലോ, പീരീഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇമോഷൻസ് അത് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടെങ്കിലും ബയോളജിക്കലി നമുക്ക് എല്ലാ ഓർഗൻസ് സെയിം ആണ്. ബ്രെയിൻ ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഓരോ ആളുകൾക്കും ഇന്ന ആളുകൾ ഈ ടീം ഡിപ്രഷനുള്ള ആളുകളാണ്, ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഡിപ്രഷൻ ഇല്ലാത്ത ആളുകൾ, അങ്ങനെയില്ല. ഓക്കെ, അങ്ങനെയില്ല. ഒരു പർട്ടിക്കുലർ ആയിട്ട് എടുത്തു വരാൻ പറ്റില്ല. ഞാനൊരു തമിഴ് പടത്തിൽ കണ്ടതാണ്. ആളിങ്ങനെ സൈക്കോളജിസ്റ്റ്, മൈൻഡ് പവർ ഹീലിംഗ് ഒക്കെയാണ് ആളുടെ പ്രൊഫഷൻ. അപ്പൊ ആളുടെ ഹസ്ബൻഡിനോട് എന്ന് വെച്ചാൽ ആൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് പൊസസീവ്നെസ് ആവരുത്, കുറച്ച് ഫ്രീഡം കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ. അപ്പൊ വീട്ടിൽ ചെന്നാൽ അതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ്. അപ്പൊ എല്ലാം പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് എല്ലാം ചുരുട്ടി ഒരു ചാക്ക് നിറയെ പ്രോബ്ലംസ് ആണോ എഴുതുന്നത്? പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് നേരിട്ട് പറയാൻ പറ്റത്തില്ല. നേരിട്ട് പറഞ്ഞ ആ ഒരു എന്താന്ന് അറിയത്തില്ല. ആ ഒരു ഗട്ട് ഫീൽ ആണല്ലോ. ഈ പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ടാണോ ഇന്ന് ഹസ്ബൻഡ് ആ പെണ്ണിനെ നോക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നേരിട്ട് അറിയില്ല. അപ്പൊ ഹസ്ബൻഡ് വിചാരിക്കുമ്പോ ഹസ്ബൻഡ് എങ്ങനെ ഇവൾക്ക് എന്താ പൊസസീവ്നെസ് ഇല്ല, ഇവളെന്താ എന്നോടൊന്നും ചോദിക്കാട്ടോ. പിന്നെ അപ്പൊ ഒരു ദിവസം ആ റൂമിൽ പോകുമ്പോ ചാക്ക് മൊത്തം ഈ തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അതാ. അപ്പൊ ഞെട്ടിപ്പോയി. ഓക്കെ, അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫില് ഞാൻ ഇങ്ങനെ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈഫ് കോച്ച് ആണല്ലോ, അയ്യോ ഇത് എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പറ്റില്ല, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ പോകുന്ന ഒരാളാണ്. ഞാനിപ്പോ ലൈഫ് കോച്ച് ആണെങ്കിലും ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്, ഒരു ഡോക്ടർ ആണ്, ഒരു വൈഫാണ്. അപ്പൊ എനിക്ക് ഇമോഷൻസും ഫീലിങ്സും ഉണ്ട്. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് തന്നെ പറയാറുണ്ട്, എനിക്ക് ദേഷ്യം വരും, എനിക്ക് സങ്കടം വരും. എനിക്ക് സങ്കടം വരുമ്പം കരയാൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്ത് ഇമോഷൻ വരുമ്പം എനിക്ക് എക്സ്പ്രസ് ചെയ്യും ഞാൻ. അപ്പോ അത് ഹസ്ബൻഡിനും അറിയാം. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നതും അതാണ്. നമ്മൾക്ക് ഇപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പൊ കണ്ടു, ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഫുൾ ടൈം സന്തോഷിച്ചിരിക്കുക, അങ്ങനെയൊന്നും ആർക്കും പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ റോബോട്ട് ആയിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഹ്യൂമൻ ബീങ്ങിനുള്ള എല്ലാ ഇമോഷൻസും നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത്, ഇപ്പം പീരീഡ്സ് ആവുമ്പോൾ തന്നെ ഇന്ന ഇമോഷൻസ് വരുമെന്ന് ഞാൻ ഹസ്ബൻഡിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഹോർമോണൽ ചേഞ്ച് അനുസരിച്ചും എന്റെ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പം ഹസ്ബൻഡിലൂടെ എനിക്ക് പുരുഷന്മാരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പുരുഷന്മാരുടെ ഇമോഷൻസ് എന്താണെന്ന് എനിക്ക് അറിയാനും പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിലൂടെ. അത് ആദ്യമൊക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു 5 വർഷത്തോളം ഒരു വാശിയും ദേഷ്യം നമ്മൾ മനസ്സിലാക്കാൻ ടൈം എടുക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പം കോച്ചാണെങ്കിലും ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ഡേ ഹസ്ബൻഡും ഞാനും നമ്മുടെ ഫാമിലി ആണല്ലോ നമുക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഫാമിലിയിൽ എപ്പോഴും നിങ്ങളായി നിൽക്കുക, ഞാനായി നിൽക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഇപ്പം എനിക്ക് ദേഷ്യം വരുമ്പോൾ എക്സ്പ്രസ് ചെയ്യും, സങ്കടം വരുമ്പം കാണിക്കും, എനിക്ക് എന്റെ എല്ലാ ഇമോഷൻസും കാണിക്കും, ഹസ്ബൻഡും അതുപോലെ തന്നെ കാണിക്കും. അപ്പോ എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും വലിയ ഫ്രീഡം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഫ്രീഡം ഉള്ളത് കൊണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്തും ഓപ്പൺ ആയിട്ട് പറയും. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഹസ്ബൻഡിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, ഇതിങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണമെന്ന അഭിപ്രായം ഞാൻ തുറന്നു പറയും. ഹസ്ബൻഡും അങ്ങനെയാണ്, നീ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയല്ല അങ്ങനെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഇപ്പൊ എന്തോ അഭിപ്രായങ്ങൾ തുറന്നു പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ തെറ്റാണ്, പക്ഷെ ഇപ്പൊ ഹസ്ബൻഡ് പറയാണ് ഇങ്ങനെയല്ല അങ്ങനെ എന്ന് പറയാണ്. അപ്പൊ പക്ഷെ നമ്മുടെ അടുത്ത് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല എന്ന് ചിലവരിങ്ങനെ പറയില്ല, അയ്യോ ഞാൻ ഇതുകൊണ്ടാണ്. അപ്പോഴാണല്ലോ അവിടെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് പോണേ. അപ്പൊ അത് നമ്മൾ പലപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്, അതോ അത് നമ്മൾ ഉദ്ദേശിച്ച കാര്യം വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ട് മാറി നിൽക്കുകയാണോ ചെയ്യേണ്ടത്? ഇപ്പോ നമ്മൾ ഫൈറ്റ് മോഡിൽ നിൽക്കുന്ന സമയത്ത് കെന്നയും ഞാനും ഫൈറ്റ് നടക്കണം, ആർഗ്യുമെന്റ്സ് നടക്കണം. ഇപ്പം ചിലപ്പോ കെന്ന പറയുന്നത് ശരിയാണെന്ന്, ചിലപ്പോ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും, പക്ഷെ ഞാൻ അതിൽ തന്നെ പിടിച്ചു വെക്കാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. അപ്പോ കെന്ന ആ ഒരു മൊമെന്റിൽ ഞാൻ ഫൈറ്റ് മോഡിലാണ് ഉള്ളത്. അപ്പൊ ആ സമയത്ത് എന്റെ ബ്രെയിൻ പ്രോസസ് ആവില്ല, കെയോസിലാണുള്ളത്. ബ്രെയിൻ ഫോഗ് വന്നാണ്, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, തോട്ട്സ് ഒരു ക്ലാരിറ്റി ഇല്ല.
അപ്പം ഞാൻ ഒരു ഡിസിഷൻ എടുത്തിട്ടോ അത് സോൾവ് ചെയ്യാൻ നിന്നിട്ടോ കാര്യമില്ല. അപ്പൊ ഒരു സ്പേസും ടൈമും കൊടുക്കാം, ഒന്ന് കാം ഡൗൺ ആവാൻ വേണ്ടിയിട്ട്, ഒന്ന് നെർവസ് സിസ്റ്റം കാം ഡൗൺ ആവുന്നത് വരെ ടൈം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഓക്കെ അന്ന് അങ്ങനെ പറഞ്ഞത് ശരിയായിരുന്നില്ല, അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കില്ലേ. ഓക്കെ ഓക്കെ, അങ്ങനെ പറയണം. ആ രീതിയിലാവുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ലോങ് ടേം റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഞാനിപ്പോ മാരീഡ് പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ഒക്കെ ഇപ്പൊ നമ്മൾ തന്നെ മനസ്സിലാക്കി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയും, നീ നടക്കില്ല എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചാൽ അയ്യോ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, ആദ്യം എന്റെ ടോട്ടല് സ്പ്ലിറ്റ് ഓഫ് ടങ് വരുന്നത് ഒരു നെഗറ്റീവ് അല്ല, പെട്ടെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. ഓൾ ഓഫ് ദ സഡൻ ഹസ്ബൻഡ് എല്ലാം പോസിറ്റീവ് ആയിട്ട് കാണുന്ന. ഇപ്പൊ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ ഞാൻ തമാശയ്ക്ക് ആയാലും ഇത് പറ്റുമോ എന്നൊക്കെ പറയാം. അപ്പൊ ഹസ്ബൻഡ് പറയാം എല്ലാം പോസിറ്റീവായിട്ട് പറ, അല്ലെങ്കിൽ അത് സംഭവിക്കില്ല. നെഗറ്റീവ് ഒരു വേർഡ് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കില്ല എന്ന്. അത് എത്രത്തോളം കറക്റ്റ് ആണ്, എനിക്കത് ലൈഫ് കോച്ചിനോട് തന്നെ ചോദിച്ചറിയണം എന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാനും പണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും അതിന്റെ ഏറ്റവും എക്സ്ട്രീം നെഗറ്റീവ് സൈഡാണ് നമ്മൾ കാണുക. അതായത് അത് വിഷ്വലൈസും ചെയ്യും നമ്മൾ. അപ്പൊ അത് നെഗറ്റീവായി നടന്നിട്ടുണ്ട്. ഈ നെഗറ്റീവായിട്ട് നടക്കുന്നത് മാനിഫെസ്റ്റേഷൻ ആണ്. ഇപ്പൊ നെഗറ്റീവ് നമ്മൾ ചിന്തിച്ചിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നത് മാനിഫെസ്റ്റേഷൻ ആണ്. ഇപ്പം നമുക്കൊരു സക്സസ് വരുമ്പോ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുമ്പോ വീട് വാങ്ങിക്കുമ്പോ ആഹാ എന്ന് പറഞ്ഞ എല്ലാരും ഐ മാനിഫെസ്റ്റഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇടുന്നു ഇൻസ്റ്റാഗ്രാം. അതേസമയം നമുക്ക് നെഗറ്റീവ് ഒരു കാര്യം വരുമ്പോ ആളുകൾ പറയുന്നത് ഇതെന്റെ കർമ്മയാണെന്ന്. അല്ല അങ്ങനെയല്ല, അത് തന്നെ എപ്പോഴും നിരന്തരം പറഞ്ഞത് അറിയാണ്ട് വന്നു നമ്മൾ വേറെ ഒന്നും വിഷ്വലൈസ് ചെയ്യുന്നില്ല. പക്ഷെ എന്നെ അപ്പൊ തന്നെ അത് പോസിറ്റീവായി തിങ്ക് ചെയ്യില്ലേ. അത് നമ്മളെ ബ്രെയിനിനെ നമ്മൾ ശീലിപ്പിച്ചത് അങ്ങനെയാണ്. എന്ത് വരുമ്പോഴും നെഗറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എവിടുന്നോ ആ ഒരു മെസ്സേജ് കോപ്പി ചെയ്തിട്ടുണ്ട്. മേ ബി നമ്മളെ സർക്കംസ്റ്റൻസസ് ആയിരിക്കും. ചെറുപ്പത്തിൽ ആരെങ്കിലും ചുറ്റുമുള്ള അച്ഛനോ അമ്മയോ മേ ബി അച്ഛനോ അമ്മയോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. ചിലപ്പം നമ്മളെ ടീച്ചേഴ്സ് പറഞ്ഞതോ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞതോ നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്റൻഷനലി ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക് വരുന്നതല്ല. അപ്പൊ അത് അപ്പൊ അത് നമ്മൾ നമുക്ക് എല്ലാം ട്രെയിൻ ചെയ്ത് ബ്രെയിനിനെ മാറ്റിയെടുക്കാൻ പറ്റും. ബ്രെയിൻ എന്ന് പറയുന്നത് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം ഇപ്പം ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ഉണ്ട്. നമുക്കിപ്പം സപ്പോസ് പറയുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഡെയിലി ബ്രഷ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നോക്കി. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ 21 days കഴിയുമ്പോൾ അത് ശീലാവും, ബ്രെയിനിന് ഓട്ടോമാറ്റിക് ആവാൻ തുടങ്ങും. അപ്പൊ നമ്മള് തോട്ട്സും ഇമോഷൻസും അതുപോലെ നമ്മളെ ഹാബിറ്റും ഒക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തോട്ട് പാറ്റേൺ നമ്മൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് ന്യൂ ടൈപ്പ് ഓഫ് തോട്ട് പാറ്റേൺ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് കേൾക്കുന്നവര് ട്രോളാൻ വേണ്ടി പറയുന്നതല്ല, എന്തോ സ്റ്റഡീസ് പ്രൂവ് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ എല്ലാരും പിന്നെ ഇതൊക്കെ നടക്കുമോ നമ്മൾ കുറെ കേട്ടേക്കും. എനിക്ക് എപ്പോഴും ഡൗട്ട്, നമ്മളിപ്പോ സങ്കടം പറയുമ്പോ കുറെ സൈക്കോളജിസ്റ്റ്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബിസിനസ് സ്കോപ്പ് ഉള്ളതും സൈക്കോളജിസ്റ്റ്, ലൈഫ് കോച്ച് ഇതൊക്കെയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവർക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഇവർ ആരുടെ അടുത്തേക്കായിരിക്കും പോകുന്നത്, ഇത്രയും പ്രശ്നം സൈക്കോളജിസ്റ്റിന് ഇനി ഈ ഡിപ്രഷൻ ഇതൊന്നും വരാറില്ലേ, അല്ലെങ്കിൽ ലൈഫ് കോച്ച് ചെയ്യുന്ന ഇപ്പൊ ഡോക്ടറിനെ പോലെയുള്ള ആൾക്കാർക്കൊന്നും ഇതൊന്നും വരാറില്ല, നിങ്ങൾ ആരുടെ അടുത്തായിരിക്കും അഭയം തേടുന്നത്, അല്ലെങ്കിൽ എവിടെ പോകുന്നു കരയാൻ? എനിക്ക് ഓൾറെഡി ഗുരു ഉണ്ട്, നാഷണൽ ലെവൽ ഒരു ഗുരു ഉണ്ട്. ഞാൻ ആ ഗുരുവിന്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും തുടക്ക കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് എനർജി ശരിക്കും ഡ്രെയിൻ ചെയ്ത് ഭയങ്കര ഡൗൺ ആവും നമ്മൾ. ഈ ലൈഫ് കോച്ച് ആവുക എന്ന് പറയുന്നത് ഈസി പ്രോസസ് അല്ല. ഇപ്പം ഒരാളുടെ പ്രോബ്ലം കേൾക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇപ്പം കെന്നയുടെ ഒരുപാട് പ്രോബ്ലംസ് എന്നോട് വന്ന് പറയുകയാണെങ്കിൽ കെന്ന പറയും ആശ്വാസം, എല്ലാം തുറന്നു പറഞ്ഞപ്പോ ഒരു ആശ്വാസം. പക്ഷേ കെന്ന ഇറങ്ങിപ്പോയി ആ മൊമെന്റ് തൊട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് എന്റെ എനർജി ഫീൽഡ് ഇത്രയും നെഗറ്റീവ് എനർജി സക്ക് ചെയ്തു. അപ്പോ അത് സ്വയം ഹീൽ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കും അങ്ങനെ ലൈഫ് കോച്ച് ആയിട്ട് പോവാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മളെ ഹീൽ ചെയ്യാൻ അറിയാം, പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട്
ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. ബുദ്ധിമുട്ടില്ല. ഓ എനിക്ക് തോന്നുന്നു ഒരു ദിവസം നിങ്ങൾ എത്രയോ സ്റ്റോറീസ് അല്ലെ ഇല്ല, കേൾക്കുന്നത്. ഞാൻ പേഴ്സണൽ സെഷൻ എടുക്കുന്നത് ഭയങ്കര കുറവാണ്. കുറവാ. ഇപ്പാണ് കൂടുതൽ എടുക്കുന്നത്. ഓ കാരണം ഓക്കെ. പേഴ്സണൽ സെഷൻ ഇതുപോലെ തന്നെ എനിക്ക് കൂടുതലും ഗ്രൂപ്പ് സെഷനാണ് ഇഷ്ടം. കാരണം ഒരു ടൈമിൽ തന്നെ കുറെ പേർക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ. ബിക്കോസ് ഓരോ ആളുകളും ഓരോ പ്രോബ്ലംസ് ആണെങ്കിലും ഞാൻ ചെയ്യുന്നത് ന്യൂറോ സയൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ നെർവസ് സിസ്റ്റം എങ്ങനെ വർക്ക് ആവുന്നു, നെർവസ് സിസ്റ്റം എങ്ങനെ കാം ഡൗൺ ചെയ്യാം, വേഗൽ ടോൺ ആക്ടിവേഷൻ, സൊമാറ്റിക് പ്രാക്ടീസസ്, അങ്ങനെയുള്ള പ്രാക്ടീസസ് ആണ് ചെയ്യിപ്പിക്കുന്നത്. അത് എല്ലാവരും ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, മസിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഫിറ്റ്നസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ബ്രെയിൻ മസിൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടും ഇമോഷണലി നമ്മൾ മെച്ചുവർ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. നമ്മൾ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒക്കെ ഉപയോഗിച്ചൊരു വേർഡാണ് മാനിഫെസ്റ്റേഷൻ. ഞാനും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ഞാനും ഇങ്ങനെ ഇരിക്കുക. അത് എന്താണ് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? എനിക്ക് മാനിഫെസ്റ്റേഷൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ പേടിയാണ്. കാരണം അതിപ്പോ ഭയങ്കരമായിട്ട് ലൂസ്ലി ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഒരാൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് നാളെ. ആ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷനാണ്. ഇന്ന് മുഴുവൻ ആള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓ നാളത്തെ ഇന്റർവ്യൂ ഞാൻ കൊളാക്കുമോ, ഞാൻ തെറ്റുത്തരം പറയുമോ, അയ്യോ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ജോലി കിട്ടില്ലേ, ഞാൻ റിജക്റ്റ് ആകുമോ, ഇങ്ങനെയെന്ന് ചിന്തിക്കുകയാണ്. അപ്പം തോട്ട്സ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവാണ്, പുറത്തേക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തോട്ട്സിന്റെ കൂടെ തന്നെ ഒരാളും കൂടെ വരും, ഫീലിങ്സ്. തോട്ട്സ് മൈൻഡിന്റെ ആണെങ്കിൽ ഫീലിങ്സ് ബോഡിയുടെ ആണ്. എന്ത് തോട്ട്സ് പോകുമ്പോഴും ഫീലിങ്സും അതിന്റെ കൂടെ വരും. അപ്പൊ ഓക്കെ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് വർത്തി ഇനഫ്, നമ്മുടെ ഒരു ലാക്ക് ഫ്രീക്വൻസിയിലാണ് നമ്മളെ എനർജി ഉണ്ടാവുക. അപ്പോ ആള് ഇന്റർവ്യൂവിന് പോകുന്നു. ഇന്റർവ്യൂവിന് പോകുമ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. തലേ ദിവസം ആള് വിഷ്വലൈസ് ചെയ്തു, ബാഡ് പെർഫോമർ ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്തു. അതുപോലെ തന്നെ നടന്നു. അത് ആളുടെ മാനിഫെസ്റ്റേഷനാ. ദാറ്റ് ഈസ് ഓൾസോ എ മാനിഫെസ്റ്റേഷൻ. എന്താണ് പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ ഒരാളുടെ ലൈഫിൽ ഒരാൾ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതല്ലാതെ നെഗറ്റീവായിട്ട് നടക്കുന്നത് മാനിഫെസ്റ്റേഷൻ ആണ്. രണ്ടിനും അപ്പൊ യൂസ് ചെയ്യും മാനിഫെസ്റ്റേഷൻ. യെസ്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഒബ്സസ്ഡ് ആണ്, എസ്പെഷ്യലി ജെൻസി കുട്ടികൾ. അപ്പോ അതിന് ഒരുപാട് ടെക്നിക്കുകൾ ഇരുന്ന് ചെയ്യുക, എന്നിട്ട് അതിൽ ഡെസ്പറേറ്റ് ആവുക, അങ്ങനെയൊന്നും അല്ല മാനിഫെസ്റ്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്റെ പെർസ്പെക്റ്റീവില് അതൊരു നാച്ചുറൽ പ്രോസസ്സാ. അതായത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമല്ല, അതൊരു പാസീവ് ആയിട്ടുള്ള കാര്യമാണ്. ആളുകൾ ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ കാർ വാങ്ങണം, വീട് വാങ്ങണം, അതിനു വേണ്ടി 555 എഴുതുക, അതിനു വേണ്ടി ഇരുന്ന് എഴുതുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ഒരു ബുക്ക് നിറയെ എഴുതിയിട്ട് അത് അങ്ങനെയൊന്നും മാനിഫെസ്റ്റേഷൻ നടക്കില്ല. കാരണം ഐ ആം ഗ്രേറ്റ്, ഐ ആം സ്ട്രോങ്, ഐ ആം ലവ്, അങ്ങനെയൊക്കെ പറ്റില്ല. ഇപ്പൊ അങ്ങനെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഡീപ്പ് ഇൻസൈഡ് ഇന്നർ വോയിസ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് വർത്തി ഇനഫ് ആണെങ്കിൽ അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, റദർ ദാൻ റൈറ്റിംഗ് ഐ എം സ്ട്രോങ്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ഡീപ്പ് ബിലീഫ് മാറ്റാത്തിടത്തോളം കാലം ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഫാൻസി ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ഒരു മാറ്റവും ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ആളുകള് ഇതിനെപ്പറ്റി ക്ലെയിം ചെയ്യാണ് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റ് ആണ്, നമ്മളിലേക്ക് വന്നു ചേരേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതിന് നമ്മളെ ഡിസേർവിംഗ് ആക്കി മാറ്റണം ആദ്യം. ഈ ഡിപ്രഷനിൽ ഇരുന്നുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും നിങ്ങളെ ലൈഫിൽ കിട്ടാൻ പോകുന്നില്ല. എനിക്ക് എന്നെ കാര്യമല്ല പറയുന്നത്, കാണുന്ന ആള്. എനിക്ക് ഡിപ്രഷൻ ഒന്നും ഇല്ല, എന്നെ എപ്പോഴും ഭയങ്കര ഹാപ്പി അല്ലേ. എനിക്ക് ഡിപ്രഷൻ വരാതിരിക്കട്ടെ. ഡിപ്രഷൻ എന്ന് പറയുന്നത് നോ മോട്ടിവേഷൻ എന്നുള്ള അവസ്ഥയാണ്, അതാണ് ഡിപ്രഷൻ. ഇപ്പം ശരിക്കുള്ള ഡിപ്രഷൻ എന്താ പറയുക, നമുക്ക് ഒന്ന് കുളിക്കാൻ പോലുള്ള മോട്ടിവേഷൻ ഇല്ല. അതായത് ഇരുന്നിട്ടേ താഴെ വീണ ഒരു പേപ്പർ പീസ് എടുക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല, അത്രയും സ്റ്റക്ക് ആയിരിക്കും ലൈഫില്. അതാണ് യഥാർത്ഥ ഡിപ്രഷൻ. അല്ലാതെ ഒന്ന് വിഷമിച്ചിരിക്കുക, ഓവർ തിങ്ക്, ഇതൊന്നും ഡിപ്രഷൻ അല്ല. ആളുകൾ വെറുതെ ഓവർ യൂസ് ചെയ്യാണിത്, എന്നിട്ട് കുറെ മെഡിസിൻസും എടുക്കുന്നു. ഡിപ്രഷനൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ. എന്റെ മനസ്സിൽ ഇതിന്റെ ഡെഫിനിഷൻ എല്ലാം വേറെയായിരുന്നു. അല്ല, നമ്മൾ പറഞ്ഞോണ്ടിരുന്ന മാനിഫെസ്റ്റേഷൻ അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു റീൽസ് തന്നെ, ഇപ്പൊ എനിക്ക് തന്നെ കുറെ ഫീഡ്സ് തരാറുണ്ട്, മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഇത് നടന്നു, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കുറെ പേരുടെ പോസ്റ്റ് ഒക്കെ കാണാറുണ്ട്. ഐ മാനിഫെസ്റ്റ് ഫോർ സോ ലോങ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അത് നടന്നു. അപ്പൊ ആ ഒരു
വേർഡ് ഇപ്പൊ എനിക്ക് ജെൻസീസിന്റെ ഇടയിലൊക്കെ ഭയങ്കര കോമൺ ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കിട്ടിയിട്ട് ഞാൻ ഈ ഇടയ്ക്കും കൂടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ കേട്ടുള്ളൂ, ഞാൻ ഇത് മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ പറഞ്ഞല്ലേ ഇത് മാനിഫെസ്റ്റ് ചെയ്താൽ കിട്ടൂന്ന് നിനക്കെന്ന്. അപ്പം അതൊക്കെ എങ്ങനെയായിരിക്കും അവർ പ്രാക്ടീസ് ചെയ്യുന്നത്? അത് ഏതെങ്കിലും റീൽസ് കണ്ടിട്ടാണ്? എനിക്കിപ്പോ മൊത്തത്തിൽ ഡൗട്ട് അല്ല ആയല്ലോ. അതിപ്പം അങ്ങനെ ചക്കവേട് മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ ബിലീഫ് റിയാലിറ്റിയിലോട്ട് വരും. അത് ശരിയാണ്. അപ്പം ഓക്കെ. ചിലപ്പോൾ അവര് ഇപ്പൊ പല ടൈപ്പുള്ള ആളുകളുണ്ട്. ഇപ്പം കെന്നനെ സംബന്ധിച്ചിടത്തോളം കെന്ന ഇമോഷണൽ പേഴ്സണാ. അതെ. ആ കെന്ന പെട്ടെന്ന് ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. കറക്റ്റ്. അല്ലെ, ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്, എല്ലാം വിശ്വസിക്കുന്ന ആളാണ്, പെട്ടെന്ന് സന്തോഷിക്കുന്ന ആളാണ്, പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ്. സത്യം, വളരെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇഷ്ടപ്പെട്ട ഒരാളുകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ തിരിച്ച് അതൊന്നും ചിലപ്പോ കിട്ടില്ലായിരിക്കാം, കിട്ടുമായിരിക്കാം. അപ്പം പക്ഷെ അത് കെന്നയുടെ പോലെ ആളുകൾ. എനിക്ക് കുറച്ച് വേറെ ടൈപ്പ് ആളുകളുണ്ട്. എല്ലാത്തിനും പ്രൂഫ് വേണം അവർക്ക്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഒന്നും അവർ വിശ്വസിക്കുകയില്ല. അത് റെഡ് ബ്രെയിൻകാരാണ്. ബ്രെയിനിന് ഒരുപാട് കളേഴ്സ് ഉണ്ട്. അതിൽ റെഡ് ബ്രെയിൻ എന്ന് പറഞ്ഞ കൂട്ടര് അവരൊന്നും വിശ്വസിക്കില്ല. അവർക്ക് എല്ലാത്തിനും പ്രൂഫ് വേണം, സ്റ്റഡീസ് വേണം, സയന്റിഫിക് പ്രൂഫ് അവർക്ക് മുന്നിൽ വേണം. അപ്പോ അവർക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ സയൻസ് ഒക്കെ പഠിച്ചു വന്ന് അവർക്ക് ചെറിയ ചെറിയ കാര്യം അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരിത് വിശ്വസിക്കുള്ളൂ. പക്ഷെ അല്ലാതെ ഗ്രീൻ ബ്രെയിൻകാർ എന്ത് കണ്ടാലും വിശ്വസിക്കുന്ന ആളുകള് അവര് ട്രസ്റ്റ് ചെയ്യാണ് യൂണിവേഴ്സ്. ഓക്കെ നടക്കുമെന്ന് ട്രസ്റ്റ് ചെയ്യുമ്പോൾ അത് നടക്കുന്നുണ്ടാവാം. പക്ഷെ എല്ലാ ഗോൾസും നടക്കുന്നുണ്ടാവില്ല അവർക്ക്. ഒന്നോ രണ്ടോ നടന്നേക്കാം, പക്ഷെ വീണ്ടും അവര് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ ഞാനിപ്പോ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഈ ഡിപ്രഷനിലെത്തിയ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഫോഴ്സ്ഫുള്ളി നമുക്കിത് കിട്ടണം 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 എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് നടക്കാതെ പോയിട്ട് വിഷമിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കാരണം ഇന്ന് റീൽസ് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മാനിഫെസ്റ്റ് ആവും, അങ്ങനെ ചെയ്താൽ മാനിഫെസ്റ്റ് ആവും. പക്ഷെ എന്നിട്ട് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുകയും ചെയ്യും. അതെ, രാവിലെ എണീറ്റ് ഇത് 3 പ്രാവശ്യം പറഞ്ഞാ മതി. ഞാനിതൊക്കെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അല്ല, നടക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാനിഫെസ്റ്റേഷന്റെ കൂടെ തന്നെ ഹീലിംഗും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. ഓക്കെ, ഹീലിംഗ് എങ്ങനെയാ അപ്പൊ ചെയ്യേണ്ടത്? ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അത് എനിക്ക് അറിയില്ല നിങ്ങൾ എങ്ങനെ അത് എടുക്കുന്നതെന്ന്. കാരണം നമുക്ക് പല ടൈപ്പ് ട്രോമ ഉണ്ട്. പാസ്റ്റ് ലൈഫ് ട്രോമ ഉണ്ട്, ആൻസിസ്ട്രൽ ട്രോമ ഉണ്ട്, ജനറേഷണൽ ട്രോമ ഉണ്ട്. ബിക്കോസ് ഇപ്പം കെന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മളെല്ലാവരും ഫാദറിൽ ഒരു സെല്ലായിരുന്നു, ഒരു കോശമായിരുന്നു ഫാദറിന്റെ ഉള്ളിൽ. ആ സെല്ലാണ് മദറിന്റെ ഉള്ളിലോട്ട് വന്നിട്ട് നമ്മളൊരു ബേബി ആയിട്ട് പുറത്തു വരുന്നത്. ഫാദർ ക്യാരി ചെയ്ത ഇൻഫർമേഷൻ, ഫാദറിന്റെ ട്രോമ, ഫാദറിന്റെ ജനറേഷണൽ ട്രോമ നമ്മളിലേക്കുണ്ട്. മദർ ക്യാരി ചെയ്ത ഇൻഫർമേഷൻ, മദറിന്റെ മദർ ആൻസിസ്ട്രൽ ട്രോമ, ജനറേഷൻ ട്രോമ, അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ വൂമ്പിലെത്തുന്നു. ഇവിടെ നിന്ന് മദർ അനുഭവിച്ച വേദന, പെയിൻ, അത് ഫിസിക്കൽ പെയിൻ ആവട്ടെ, ഇമോഷണൽ പെയിൻ ആവട്ടെ, ചിലപ്പം ആ സമയത്തായിരിക്കും, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, ആ സമയത്തായിരിക്കും മദർ ഇൻ ലോ ആയിട്ട് അമ്മ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മളിലേക്കും വരും, നമ്മൾ ക്യാരി ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തു വരുന്നു. പുറത്ത് വന്നു കഴിയുമ്പം 0 to 7 years നമ്മള് സബ് കോൺഷ്യസ് മൈൻഡ് സ്പോഞ്ച് പോലെയാണ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തീറ്റ വേവിലാണ്. അതായത് ഇപ്പം ഈ ഒരു മൊമെന്റിൽ നമുക്ക് തീറ്റ വേവിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റേജിലേക്ക് എത്തിയിട്ട് ഡീപ്പ് മെഡിറ്റേഷൻ ചെയ്താലാണ് ഒരു ഹ്യൂമൻ ബീങ്ങിന് തീറ്റ വേവിൽ എത്താൻ പറ്റാം. പക്ഷെ കുട്ടികൾക്ക് എപ്പോഴും അവര് തീറ്റ വേവില്ല. എന്ത് നമ്മൾ പറയുന്ന ഇൻഫർമേഷനും അവരെ ഉള്ളിലേക്ക് ഡീപ്പ് റൂട്ടഡ് ബിലീഫ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് കുട്ടികൾ പെട്ടെന്ന് ചിരിക്കുന്നു, പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് അവർ ഓക്കെ ആവും. നമ്മളെ പോലെ ചിന്തിച്ച് ഇരിക്കുന്നില്ല. അപ്പോ ആ സമയത്ത് നമ്മളെ ചുറ്റും നടന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതൊക്കെ ട്രോമയാണ് ഉള്ളില്. അപ്പം ഇതാണ് ഡെവലപ്മെന്റൽ ട്രോമ എന്ന് പറയും. അപ്പോ ഇത്രയും കെയോസ് ഉള്ളിലിരുന്നിട്ട്, ഇത്രയും ഗാർബേജ് ബാഗ് ഉള്ളിലിരുന്നിട്ട് ഐ ആം ഹാപ്പി എന്ന് പറയും. എന്താ കാര്യം? അപ്പൊ ബ്രെയിൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പല്ലേ നിങ്ങള് കരഞ്ഞത്, ഇപ്പഴല്ലേ നിങ്ങൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തത്, പിന്നെ ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഐ എം ഹാപ്പി എന്ന് എങ്ങനെ പറയുന്നു? കള്ളമല്ലേ എന്ന് ബ്രെയിൻ നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഫാൻസി പ്രോസസ്സിലൂടെ. അതായത് ഇതിന്റെ സയൻസ് അറിയാതെയാണ് ആളുകൾ ഇത് ചെയ്യുന്നത്. ഇതിന്റെ സയൻസ് അറിഞ്ഞ് ഇത് കംപ്ലീറ്റ് ഹീൽ ചെയ്ത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പാരലലി ഹീലിംഗും പാരലലി മാനിഫെസ്റ്റേഷനും ചെയ്യുകയാണെങ്കിൽ ഇത് വർക്ക് ആവും. കാരണം അപ്പോഴും നിങ്ങൾ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ
തേടി ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങോട്ട് വരും. അതായത് നിങ്ങൾ അതിനു വേണ്ടി 555 എഴുതുകയോ ഫാൻസി തിങ്സ് ചെയ്യണ്ട. നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി, അതിലേക്കുള്ള പോകാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടിയെത്തും. ഓക്കെ. പക്ഷെ ആക്ഷൻ എടുക്കണം. ഓക്കെ. അല്ല, ഇപ്പൊ ലിവിങ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇപ്പം ഞാനായിരുന്നു ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ഈ സമയത്ത് കുറെ പേര് പറയുന്നു കല്യാണം കഴിക്കുന്നില്ല, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇപ്പൊ ഡിവോഴ്സസിന്റെ എണ്ണം കൂടുന്നു. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുന്ന കാലഘട്ടം അല്ല, ഇനി വരുന്നവരൊക്കെ ഡിവോഴ്സ് ആവും എന്ന് ഇപ്പൊ മുതിർന്നവര് പാരന്റ്സ് വരെ സൂക്ഷിക്കണം. നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കും പേടി, ഈശ്വര ഇത് എന്ത് ഇവരൊക്കെ ഇങ്ങനെ പറയണേന്ന്. അത് എന്തുകൊണ്ടാണ് പക്ഷേ ലൈഫ് കോച്ച് ഇത്രയും ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന അങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു 1 year 2 year ആയിട്ടാണ് ഇത്രയും കല്യാണം കഴിച്ച ഡിവോഴ്സ് ആവും എന്ന് പറയുന്നത്? അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ഇപ്പൊ ഒരുപാട് ഇങ്ങനത്തെ കേസസ് വരുന്നുണ്ടല്ലോ, ഭാര്യയെ കൊന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഫൈറ്റ്സും കാര്യങ്ങളും നമ്മൾ കേട്ട് ചിലപ്പോ അവരുടെ ഫാദറും മദറും അത്ര ചർച്ചയിലായിരിക്കില്ല. അപ്പം അവരെ ബ്രെയിൻ ഓക്കെ ഇതെന്തോ നമ്മളെ ഫ്രീഡം കളയുന്ന ഒരു കാര്യമാണ് മാരേജ് എന്നുള്ളതിലേക്ക് എത്താണ്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്താണ് വേണ്ട, ഫ്രീഡം ആണ് വേണ്ടത്. എനിക്കിപ്പോ തോന്നിയത് ഇപ്പൊ ജെൻസി ചെറിയ കുട്ടികളൊക്കെ ഞാനൊക്കെ 20s ആ ടൈമിലൊക്കെ കോളേജ് ടൈമിലൊക്കെ എനിക്ക് ഏൺ ചെയ്യണം എന്നൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പത്തെ കുട്ടികൾ 18 വയസ്സാകുമ്പോൾ തൊട്ട് എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കണം, ഏൺ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവർ ആ ഏൺ ചെയ്ത് മണിയുടെ ടേസ്റ്റ് അറിഞ്ഞു, അവര് സ്വന്തം ഫ്രീഡം അനുഭവിക്കുകയാണ്. അപ്പൊ ഈ ഫ്രീഡം കല്യാണം കഴിഞ്ഞ് ഒരാൾ വരുമ്പോൾ അത് പോകുമോ, സ്പോയിൽ ആകുമോ, എന്റെ കാര്യത്തിൽ എന്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ കയറുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഓക്കെ. ഞാൻ ഇപ്പൊ ഒരു ഇവന്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് ഒരു ഫ്രണ്ടായിട്ട് സംസാരിച്ചപ്പോൾ ആള് റീസെന്റ് മാരേജ് ചെയ്ത ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ പറഞ്ഞു അവര് ഹണിമൂൺ പോയിട്ടില്ല. അപ്പോൾ ഹണിമൂൺ പോകുമ്പോഴത്തേനും ഭർത്താവ്, അവര് ലവ് മാരേജ് ആയിരുന്നു. ഭർത്താവ് പറഞ്ഞു നീ ഇതുവരെ ഹണിമൂൺ പോയിട്ടില്ല, എന്റെ ഒപ്പാണല്ലോ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് വരുന്നത്. അത് പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമായില്ല. ഞാൻ ഭയങ്കര ഈഗോസ്റ്റിക് പേഴ്സൺ, എന്നെ അങ്ങനെ ഞാൻ ഫസ്റ്റ് അതുകൊണ്ട് സോളോ ട്രിപ്പ് പോയിട്ടേ ഞാൻ ഹണിമൂണ് പോകത്തുള്ളൂ അങ്ങനെ. അപ്പൊ അതെങ്ങനെയാ, അതൊരു ഈഗോസ്റ്റിക് അങ്ങനെ ഒരു തിങ്കിങ് ലെവൽ നല്ലതാണോ നമ്മുടെ ഒരു റിലേഷൻഷിപ്പായിട്ട്? ഞാനും പെട്ടെന്ന് ഷോക്കായി, ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാമോ? ഇപ്പം നാച്ചുറലി പറഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു തിങ്കിങ് കപ്പാസിറ്റി ഒക്കെ എന്തുകൊണ്ടായിരിക്കും വരുന്നേ? അതാണ് ഞാൻ പറഞ്ഞ, ഇപ്പൊ മാസ്കുലിൻ ആണ് കൂടുതൽ. ലൈക്ക് ഗേൾസിന്റെ നമ്മളെ ഡൊമിനേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഫെമിനിൻ എനർജിയാണ്. ശരിക്കും ഉള്ളിനുള്ളില് നമ്മളുള്ളില് ഫെമിനിൻ എനർജിയാണ് കൂടുതൽ. പക്ഷെ നമ്മൾ മാസ്കുലിൻ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കൂടുതലും ഗേൾസ് ബിസിനസ്സിലോട്ട് മണി ഏൺ ചെയ്യുന്നു. ഇപ്പം നമ്മൾ കേസ് സ്റ്റഡി എടുത്താൽ തന്നെ ഗേൾസ് ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം ബൊട്ടീക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോ ആ ഒരു പവറിൽ നമുക്ക് ഡൊമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുക, അല്ലെങ്കിൽ ഹാർഷ് ആൻഡ് ടഫ് ആയിട്ട് ബിഹേവ് ചെയ്യുക, പ്രാക്ടിക്കലായി ചിന്തിക്കുക, സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കുക, എല്ലാം എതിർത്ത് പറയുക, അങ്ങനെ ഒരു കറേജ് ഉണ്ട് ഇപ്പൊ എനർജി അങ്ങനെയാണ്. കാരണം പണ്ട് എന്ന് പറയുന്ന ഹസ്ബൻഡ് അനുസരിച്ച് ഒരു എന്താണ് എല്ലാം സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മളെ അമ്മമാരുടെ ജനറേഷനൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം മാറി മാറി വരുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഹസ്ബൻഡ് അനുസരിക്കണം. അതെ എന്റെ മേലെ ഒരാൾ എന്നുള്ള ഒരു ഈഗോ ആയിരിക്കാം. അത് അവർക്കത് ശരിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാരും ഒരു ലൈഫിലൊരു പോയിന്റില് സെൽഫ് ഡിസ്കവറിയിൽ എത്തും. ആ സെൽഫ് ഡിസ്കവറിയിൽ എത്തുമ്പോഴാണ് നമ്മളുടെ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരിക. നമ്മൾ ഈ സ്പിരിച്വാലിറ്റി അല്ലെ സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ആവാന്നുള്ളതാണ്. എല്ലാവരും കണ്ണടച്ചിട്ട് തേർഡ് ഐ ചക്രയിൽ പോയിട്ട് അങ്ങനെയല്ല. നമ്മൾ എത്രത്തോളം ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ആവുന്നു, എത്രത്തോളം പൊളൈറ്റ് ആവുന്നു, എത്രത്തോളം ആളുകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, അതിപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ശരി, പേരൻസ് ആണെങ്കിലും ശരി, അവർക്കാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഗോഡ് എല്ലാം കൊടുക്കുക, എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുക. അല്ലാതെ നമ്മൾ ഒരാളെ ഓവർ പവർ ചെയ്ത് അനാവശ്യമായിട്ട് സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ പുറത്തിപ്പം നമ്മൾ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു, അത് നമ്മളുടെ പബ്ലിക് പേഴ്സണാലിറ്റിയാണ്. പക്ഷെ നമുക്കൊരു പ്രൈവറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. നമ്മൾ വീട്ടിൽ ഹസ്ബൻഡിനോട് ബിഹേവ് ചെയ്യുന്ന രീതി, പേരൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി. അപ്പം നമുക്ക് നല്ലൊരു ലൈഫ് വേണമെങ്കിൽ, വീണ്ടും മാനിഫെസ്റ്റേഷൻ ആണ് ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് മാനിഫെസ്റ്റർ ആവണമെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആളുകളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അപ്പൊ തിരിച്ചു ചോദ്യം വരും, അപ്പൊ അവര് നന്നാവണ്ടേന്ന്. നിങ്ങൾ നന്നായ അവരും നന്നാവും. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു കേട്ടോ. അത്
ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പം അവര് നന്നാവണ്ടേ? ഞാനിങ്ങനെ ചോദിച്ചിരുന്നു, മനസ്സ് കുറെ ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നെ ഞാൻ നന്നായപ്പോ അവരെന്നോട് ബിഹേവ് ചെയ്യുന്ന രീതി മാറി. ഉം. എന്റെ ക്വാണ്ടം ഫീൽഡ് മാറി. എനിക്ക് വരുന്ന അട്രാക്ഷൻ സിറ്റുവേഷൻ മാറി. മാറി. ഓക്കെ. ആളുകള് എന്നോട് സംസാരിക്കുന്ന രീതി മാറി. അത് മാറാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും. ഓക്കെ 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 ഈ മനസ്സിലായി. ലോജിക്കൽ പെർസ്പെക്റ്റീവിൽ വിചാരിക്കുമ്പോ ഇതെങ്ങനെ വർക്ക് ആവും, ഇവരെന്താ ഈ തള്ളുന്നേന്ന് വിചാരിക്കും. ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കും. അല്ല തള്ളുന്നതല്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ല, ഈഗോ എന്നുള്ള ഒരു സംഭവം അത് ഡേഞ്ചറസ് ആണോ അതോ നല്ലതാണോ? ഹെൽത്തി ഈഗോ ഉണ്ട്. ഈഗോ എന്ന് പറയുന്നത് ഇപ്പം ഐ ആം എന്ന് പറയുന്നതല്ല ഈഗോ. ഇപ്പൊ നമുക്ക് തന്നെ ഒരുപാട് റോൾസ് ഉണ്ട് ഇവിടെ. ഐ ആം എ ഡോട്ടർ, ഐ ആം എ വൈഫ്, ഐ ആം എ ഡെന്റിസ്റ്റ്, അല്ലെങ്കിൽ ഐ ആം എ ഡോക്ടർ. അങ്ങനെയുള്ള ഒരുപാട് ഐ ആം എനിക്കുണ്ട്. ഈ ഐ ആം മാറ്റി വെച്ച് ഈഗോ ഡെത്തായി. ഐ ആം മാറ്റി വെച്ച് കഴിഞ്ഞാൽ യു ആൻഡ് മീ ആർ വൺ. At the energy level we are all one. എല്ലാവരും ഒരേ എനർജിയാണ്, ഒരേ സോഴ്സിൽ നിന്ന് വന്നതാണ്. കുറച്ചു കാലം ഇവിടെ എന്തൊക്കെയോ നമ്മൾ ഡ്രാമ ചെയ്യുന്നു, പോകുന്നത് എല്ലാവരും ഒരു സ്ഥലത്തല്ലേ. അപ്പൊ ഈഗോ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് പിന്നീട് വാശിയായിട്ട്, ഈഗോ ആയിട്ട്, പിടിവാശിയായിട്ട് നമുക്ക് വരുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട്, ചിലപ്പോ ഒരു ചെറിയ ടോയ് ആയിരിക്കാം, പക്ഷെ അത് വാശി പിടിച്ച് നമുക്ക് കിട്ടിയില്ല. ചിലപ്പോ പേരൻസിന്റെ ഒരു ഹഗ് ആയിരിക്കാം. ചിലപ്പോ ഓക്കെ, നമ്മളെ കേൾക്കുന്ന നമ്മളെ ലിസൺ ചെയ്യുന്ന ഒരു പേരന്റിനെ ആയിരിക്കാം നമ്മൾ ആഗ്രഹിച്ചത്. അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇത് ആഗ്രഹിക്കുന്നത് ചിലപ്പോ ഹസ്ബൻഡിൽ നിന്നായിരിക്കും. ഓക്കെ, ഒരു ഹഗ്, എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ, എന്നോടൊന്ന് സംസാരിച്ചാൽ മതി, ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് എന്നോടൊന്ന് സംസാരിച്ചാൽ മതി. ചിലപ്പോൾ ആ കുട്ടി വിചാരിക്കുന്നത് ചിലപ്പം റെസ്പെക്റ്റോ അപ്രിസിയേഷനോ ആയിരിക്കും നേരത്തെ പറഞ്ഞ കുട്ടി ആഗ്രഹിച്ചത്. അപ്പം അത് കിട്ടാതെ വരുമ്പോൾ ഉള്ളിലുള്ള അൺഹീൽഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് പോപ്പപ്പ് ആവുന്നതാണ് ഈഗോ ആയിട്ട് പുറത്തു വരുന്നത്. ഓക്കെ ഓക്കെ മനസ്സിലായി. അങ്ങനെയാണ് ഈഗോ ഉണ്ടാക്കുന്നത്. ഓരോന്ന് വേർഡിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഈഗോ കാരണം ഒരുപാട് ലൈഫ് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊരു പ്രോബ്ലം അല്ലേ? ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫോം ചെയ്തേലും ചിലവരൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര ഈഗോസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് അവരുടെ ബന്ധങ്ങളെ തകർക്കാനല്ലേ നോക്കുന്നേ ഒരു പരിധി വരെ. അതെ അതെ. അപ്പം അത് രണ്ടുപേരും ഒരാള് മാറിയാൽ തന്നെ മറ്റാള് മാറും. ഇപ്പൊ നമ്മള് ഈഗോ വെച്ച് നമ്മളിപ്പോ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുന്നതും, ഇപ്പൊ നമുക്ക് 3 ടൈപ്പ് മൈൻഡ് ഉണ്ട്. അതായത് നമുക്ക് പോസിറ്റീവ് ഫിൽറ്റർ ഉണ്ട്, നെഗറ്റീവ് ഫിൽറ്റർ ഉണ്ട്, ന്യൂട്രൽ ഫിൽറ്റർ ഉണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷനെ നമ്മൾ നെഗറ്റീവ് ഫിൽറ്ററിലൂടെ കാണുകയാണെങ്കിൽ എനിക്ക് 1000 കാരണങ്ങൾ ഉണ്ടാവും ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട്, വന്നോണ്ടേയിരിക്കും, ബ്രെയിൻ തന്നോണ്ടേയിരിക്കും. അതേസമയം അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ അത് അപ്രോച്ച് ചെയ്യുന്നത്. ഒരാൾ ചെയ്തത് ശരിയാണല്ലോ, ശരി, എങ്ങനെ ചെയ്തത്, എങ്ങനെ, ചിലപ്പം അന്ന് ആ തെറ്റ് ചെയ്തതിൽ നിന്ന് നമുക്കൊരു ലെസൺ കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ലെസൺ ആയിരിക്കും നമുക്ക് ലൈഫിൽ വേണ്ടത് ഗ്രോ ചെയ്യാൻ. അങ്ങനെ ചിന്തക്കാണ് എനിക്ക് 1000 റീസൺ കിട്ടും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. ന്യൂട്രൽ മൈൻഡിലൂടെ നമ്മൾ കാണുകയാണെങ്കിൽ ഓക്കെ, എന്ത് വന്നാലും ഐ ഡോണ്ട് കെയർ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ എല്ലാ പ്രോബ്ലംസും മാറും. ഓക്കെ. എന്ത് വന്നാലും ഇത് എത്ര നാൾ കണ്ടേക്കുന്നു എന്ന രീതിയിൽ നമ്മൾ എത്തണം അല്ലേ? ഇപ്പം എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ചോദിക്കണം എന്ന് തോന്നുന്നു. ഞാൻ പലപ്പോഴും ഓരോ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പൊ ഇന്ന് പോയ കാര്യങ്ങൾ ഞാനിപ്പോ വീട്ടിലിപ്പോ ഹസ്ബൻഡാണ്, ഹസ്ബൻഡിനോട് A to Z ഇങ്ങനെയാട്ടോ ഇങ്ങനെയാട്ടോ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. പക്ഷെ ഹസ്ബൻഡിന് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക് ആയിരിക്കാം, പക്ഷെ ആള് കേട്ടിരിക്കേണ്ടത്. ഹസ്ബൻഡ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ന്യൂസും കൊണ്ട് വരുമ്പോൾ ഒറ്റ വേർഡിൽ അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ അങ്ങ് ഒതുക്കും. ഞാൻ എന്തുകൊണ്ടായിരിക്കും അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എന്റെ മൈൻഡ് ഞാൻ എന്തുകൊണ്ട് ഇത്ര, ഞാൻ പലപ്പോഴും വിചാരിക്കും ഞാൻ എന്തിനിങ്ങനെ വള്ളി പുള്ളി വിടാതെ ഇങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ വിചാരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? ഇത് ഞാൻ പണ്ട് കുറേ വർഷം മുന്നേ ഒരു വീഡിയോ കണ്ടതാണ്. ഇപ്പൊ ഗേൾസ് സംസാരിക്കുമ്പോൾ ഗേൾസിന് ഒരു ദിവസം ഒരു 12,000 to 13,000 വേർഡ്സ് ആണ് ഗേൾസിന് സംസാരിക്കേണ്ടത്. എന്തായാലും സംസാരിക്കണം. ആണോ? ബോയ്സിന് മാക്സിമം 7,000 അവർക്ക് പറ്റും. കാരണം അവരുടെ പകുതി മുക്കാൽ എനർജി അവര് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവരുടെ. പിന്നെ നൈറ്റ് അവർക്ക് സൈലന്റ് ആയിട്ടിരിക്കണം. ഈവനിങ് കഴിഞ്ഞാൽ രാത്രിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, രാത്രിയാകുമ്പോൾ അവർക്ക് സൈലന്റ് ആയിട്ട് ചിലപ്പോൾ അവർക്കൊരു സ്പേസ് വേണ്ടി വരും, ടൈം വേണ്ടി വരും. അവർക്ക് അവരുടെ ബ്രെയിൻ ആ രീതിയിലാണ്. പക്ഷെ നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് ടോക്കിംഗ് ആണ് നമ്മളെ ലവ് ലാംഗ്വേജ്. നമ്മൾ എല്ലാം പറയണം, ആളും ആളുടെ അടുത്ത് നമ്മളത് എക്സ്പെക്ട് ചെയ്യും. അത് നമ്മളെ ശരിക്കും നമ്മൾ പിന്നീടാണ് ഞാൻ പണ്ട് ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ എല്ലാം പറയും, നിങ്ങളൊന്നും പറയുന്നില്ല. സത്യം ഞാനും
നിങ്ങളെ എന്താ ഇന്ന് നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, പറ. അപ്പൊ എന്നോട് പറയും കുറച്ച് കഴിയട്ടെ, ഞാൻ എന്ത് തിരക്കാണ്, ചിലപ്പോ ഫോൺ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ അവോയ്ഡ് ചെയ്യാ അല്ലേ, അങ്ങനെ ഞാൻ പറയാറുണ്ട്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പം രണ്ടും രണ്ടായിട്ട് കാണാം. നമ്മളെ മൈൻഡ് പോലെ അല്ല അവരെ മൈൻഡ്. നമുക്ക് ഒരുപാട് സംസാരിക്കണം, അവർക്ക് ഒരുപാട് അവരെ ലവ് ലാംഗ്വേജ് ചിലപ്പോ അവർക്ക് സൈലൻസ് ആയിരിക്കും വേണ്ടി വരും. ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ഇമോഷൻസ് ഒരേ സമയം എക്സ്പ്രസ് ചെയ്യണം. ചിലപ്പം അവർക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, ചിലപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് കാറിലിരുന്ന് കരയുന്നുണ്ടാവാം, ചിലപ്പോ ഒറ്റയ്ക്ക് ഇരുന്ന് അവരോട് സംസാരിക്കുന്നുണ്ടാവാം. അവർക്ക് അതാണ് വേണ്ടത്. അത് അങ്ങനെയാണെന്ന് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ മൈൻഡിനെ പഠിപ്പിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഓക്കെ ഇവരിങ്ങനെയാണ്, ഇപ്പൊ അവര് മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു വിഷമമുണ്ട്, അവർക്ക് അവരുടെ ടൈം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അവര് നമ്മളടുത്ത് വന്ന് പറയും എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ്. ഇപ്പൊ ഞാൻ അങ്ങനെയാ മൈൻഡ് സെറ്റ്, വന്ന് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ചില ആള് നിങ്ങൾക്ക് വേറെ അഫെയർ അത്രയൊന്നും പറഞ്ഞില്ല, മനസ്സിൽ വിചാരിക്കുമെങ്കിൽ സ്റ്റുഡൻസ് വന്ന് പറയാറുണ്ട്, ഇപ്പം വേറെ എന്റെ ഹസ്ബൻഡ് വേറെ അഫെയർ ഉണ്ടെന്ന് തോന്നുന്നു മാം, ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു പലർക്കും അങ്ങനെ. ഇപ്പൊ ഒരാൾ സംസാരിച്ചില്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വേണ്ട, അങ്ങനെ വേണ്ട. അത് സത്യത്തിൽ അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് കൂട്ടുന്നതല്ലേ. അതും ഞാൻ നേരത്തെ പറഞ്ഞ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് ആണ്. ആ കരയുന്ന കുട്ടി ആ ഫാദറിൽ നിന്നും എന്ത് കിട്ടിയില്ല, അതൊക്കെ ഈ കുട്ടി, നമ്മളിപ്പം വളർന്ന് ശരീരം വലുതാവും, ബോഡി വലുതാവും, മൈൻഡ് ഇപ്പോഴും ചെറുതാണ്. നമ്മൾക്കിപ്പോ 3 year oldലാണ് ഒരു ട്രോമ ഉണ്ടായെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ 3 year oldലാണ് നമ്മള് ഐ എന്ന ഫാക്ടറിലേക്ക് എത്താം. ഞാൻ ഇപ്പം കെന്നയൊക്കെ ആണെങ്കിൽ കെന്നയ്ക്ക് ഐസ്ക്രീം വേണം, കെന്നയ്ക്ക് ആ ടോയ് വേണം, നമ്മളെ പേരെടുത്ത് പറയുന്നത് 3 വയസ്സിലാണ്. ആ ടൈമിൽ നമ്മളൊരു കാര്യം വേണമെന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ഡു ഇറ്റ്, അല്ലെ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പേരൻസ് പറയുകയാണെങ്കിൽ ഓക്കെ ഈ വേൾഡ് സേഫ് അല്ല എന്നുള്ള മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്റെ പേരൻസ് എന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അവര് സാറ്റിസ്ഫൈ ചെയ്ത് തരുന്നില്ല. അപ്പം അവിടെ സ്പേസ് വന്നു. ഈ വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ആ കുട്ടി വലുതാകുമ്പോൾ ബോയ് ഫ്രണ്ടിനെ തേടിപ്പോവും. ബോയ് ഫ്രണ്ടും ചിലപ്പോൾ ടോക്സിക് ആയിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് നിന്നും ഇതേ റിജക്ഷൻ ആണ് നേരിട്ടത്. അപ്പൊ ആ കുട്ടി വിചാരിക്കും ഓക്കെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ലൈഫ് പാർട്ട്ണർ വരുമ്പം ഈ വോയിഡ് ഫില്ല് ചെയ്യും. ഇത് തന്നെ ആളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നു, ആളും അത് തരുന്നില്ല. അപ്പോഴാണ് അവിടെ വഴക്കുണ്ടാവുന്നത്. അൺഹീൽഡ് ആയിട്ടുള്ള ഈ ഇന്നർ ചൈൽഡും അൺഹീൽഡ് ആയിട്ടുള്ള ഹസ്ബൻഡിന്റെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡും തമ്മിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത് നമ്മളല്ല, അൺഹീൽഡ് ആകാത്ത ശരിക്കുള്ള നമ്മൾ എവിടെയോ അൺഹീൽഡ് ആകാത്ത ആരൊക്കെയോ തമ്മിലാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒത്തിരി പഠിച്ചോണ്ട് ഇത് കാണുന്ന ഇപ്പൊ ഓഡിയൻസ് ഇപ്പൊ കമന്റ് ഇട്ടാലോ ട്രോളാനൊക്കെ ആയിട്ട് ഇതിങ്ങനൊക്കെ പറയാം. പിന്നെ അൺഹീൽഡ് ആയിട്ടുള്ള ഒരാൾ അൺഹീൽഡ് ആയിട്ട് അങ്ങനൊക്കെ ഒരു ശരിക്കും ട്രോളുകൾ എനിക്ക് ഇഷ്ടമാണ്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഇഷ്ടമാണ്. എന്തോ എനിക്ക് ഇഷ്ടമാണ്. അല്ലെ, ഞാൻ ഇപ്പൊ ഓർത്തൊരു സംഭവമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞേ, ഞാൻ അവനോട് ജസ്റ്റ് ഒന്ന് ഫോൺ ഒന്ന് കാണിക്കുമെന്ന് വെച്ചപ്പോ അവൻ നീ എന്ത് ടോക്സിക് ആണ്, ഈ ഡിപ്രഷൻ പോലെ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവള് പറഞ്ഞു ഞാൻ നെട്ടിപ്പോയി, ഞാൻ ആ അർത്ഥത്തിലല്ല, ഒന്ന് ജസ്റ്റ് കാണിച്ചത് നോക്കുമ്പോ തന്നെ ഇപ്പൊ എല്ലാരും നീ ടോക്സിക് ആണോ, അല്ലെങ്കിൽ ഇതാണോ അതാണോ. ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുമ്പോ പരിചയപ്പെടുമ്പോ തന്നെ ടോക്സിക് അല്ലല്ലോ അല്ലെ. അപ്പൊ അതൊരു സെലിബ്രേറ്റ് ചെയ്യുക. സത്യത്തിൽ ഇതൊക്കെയാണ് ഈ ഫോൺ ചോദിക്കുന്നതാണോ ടോക്സിക്, അല്ലെങ്കിൽ എവിടെ പോയെന്ന് ചോദിക്കുന്നതാണോ ഈ ടോക്സിക്. അല്ല, അത് ചിലപ്പോ നമ്മൾ കുറെ വീഡിയോസ് കണ്ടിട്ട് അങ്ങ് ചിന്തിച്ചങ്ങ് വെച്ചു ഫോൺ ചോദിക്കുന്ന എല്ലാരും ടോക്സിക് ആണ്, എവിടെ പോയെന്ന് ചോദിക്കുന്നവര് ടോക്സിക് ആണ്. അങ്ങനെ ഓക്കെ. ഇപ്പം കെന്നെ എന്നോട് ഒരു കാര്യം സംസാരിക്കുമ്പോ ബ്രെയിനിൽ അത് പ്രോസസ് ചെയ്തിട്ട് ബോഡി ലാംഗ്വേജും വേർഡ്സിലൂടെ ഞാൻ റിയാക്ട് ചെയ്യുന്നു, അല്ലെ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ അവര് മൈൻഡിൽ ഫീഡ് ചെയ്ത് വെച്ച കാര്യം ഇതാണ്. അപ്പൊ അവര് ചിന്തിക്കുന്നത്, അവർ കുറെ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യുന്നവര് ടോക്സിക് ആണ്. അപ്പൊ എല്ലാവരും ജനറലൈസേഷൻ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഫിൽറ്റർ ഉണ്ട്. ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ചെയ്തോണ്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്ന് ബ്രെയിൻ വിചാരിക്കുന്നു. അതാണ്. അപ്പൊ ആ വേർഡും ഒന്ന് ബാൻ ചെയ്യേണ്ട സമയമായിട്ടില്ല. തൊട്ടനും പിടിച്ചതിനും ഇപ്പൊ എല്ലാരും യൂസ് ചെയ്തതായിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ആ വേർഡ് ടോക്സിസിറ്റി, അല്ലെങ്കിൽ തൊട്ടനും പിടിച്ചതിനും എല്ലാരും യൂസ് ചെയ്യുന്നു? ബിക്കോസ് എനിക്കിപ്പം ഫ്രണ്ട്സ് കുറവാണ് ഒന്നാമത്. കാരണം ഇപ്പം നമ്മളിപ്പം വേറൊരു രീതിയിലൂടെ പോകുന്ന ആളാണല്ലോ. കൂടെ പഠിച്ചവരാണെങ്കിൽ ഇപ്പം ബിസിനസ് ചെയ്യുന്നു, വേറെ രീതിയിൽ പോകുന്നു. പിന്നെ എന്റെ ഞാൻ ജെൻസി അല്ല. ഇപ്പം എനിക്കൊന്ന് ജെൻസി ഫ്രണ്ട്സ് ഉള്ളവർക്കായിരിക്കും ഈ വേർഡ് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനത്തെ ചോദ്യം ചോദിക്കണം. എന്നോട് അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്.
പറഞ്ഞു തന്നത് കെന്നയ്ക്കായിരിക്കും ഫെമിലിയർ, എനിക്ക് ഫെമിലിയർ അല്ല. Okay. അതൊക്കെ എന്നയുടെ ഫ്രണ്ട്സ് ആയിരിക്കും, എന്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. അതെ, അയ്യോ എന്റെ ഫ്രണ്ട്സ്, ഇനി എന്റെ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയക്കും. ഞാൻ എപ്പോഴാണ് ഞാൻ നിന്നെ അതെ, ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ എവിടെ നിന്നൊക്കെയോ തപ്പി പിടിക്കുന്നതാണ്. അതല്ല, നമുക്ക് ശരിക്കും കോളേജ് ടൈമിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അതെ 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 അതെ. പിന്നെ ഒരു 25 വയസ്സാകുമ്പോൾ കുറയും, പിന്നെ ഒരു 30 വയസ്സാകുമ്പോൾ 1-2 പേര്, അങ്ങനെ ഒരു 3-4 പേര് ഇപ്പൊ ഉള്ളൂ. മാക്സിമം പോയ 2-3 പേര് അത്രേ ഉള്ളൂ. ഓക്കെ. ഈ ഇമോഷണലി വീക്ക് ആവുന്നത് ഭയങ്കര ഒരു ഡ്രോബാക്ക് ആണ്. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്ക്. ഞാൻ തൊട്ടപ്പ കരയും, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് മുഖം വീർപ്പിച്ച്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്ന് ടോൺ മാറ്റി ഞാൻ കരയും. ഞാൻ ഫിലിം കണ്ടാൽ കരയും, ഞാൻ എൻ്റെ മുന്നിൽ ആരെങ്കിലും നിന്ന് കരഞ്ഞാൽ ഞാൻ കരയും. ബന്ധമൊന്നും ആവണമെന്നൊന്നും ഇല്ല, ഞാൻ ഓർത്ത് കരയും, എന്നെ തന്നെ സങ്കല്പിച്ച് ഞാൻ കരയും. സീൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ അത്ര പെട്ടെന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കരച്ചിൽ വരും. അത് ഭയങ്കര ഒരു നെഗറ്റീവ് ആണോ, ഡ്രോബാക്ക് ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ കരയുന്നത് വീക്ക്നെസ് അല്ല. അല്ല. ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്. കാരണം സ്ട്രോങ് ആയ ഒരാൾക്ക് മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓ. കാരണം ഈ ആണുങ്ങള് പുരുഷന്മാര് കരയുന്നില്ല. അപ്പോ കരയാതെ എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ പിന്നെ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുന്നത്? കാരണം അവര് കരയാതെ എല്ലാ ഇമോഷൻസ് സ്റ്റോർ ചെയ്യാണ്, റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ടൈമിൽ ബും. അപ്പം നമ്മള് ഒരുപാട് കരയുന്നു, റിലീസ് ചെയ്യുന്നവരെ തൊട്ടാവാടിയാണ്, അല്ലെങ്കിൽ അവള് ഭയങ്കര സെന്റിയാണ്. അല്ല, നമ്മൾ ഉള്ളിൽ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടും നമ്മൾ റിയൽ ആയതുകൊണ്ടും ജെനുവിൻ ആയതുകൊണ്ടും ആണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. നമ്മൾ മാസ്ക് ഇട്ട് നടക്കുന്ന ആളുകളാണ് പ്രിറ്റൻഡ് ചെയ്യാണ് ഐ എം സ്ട്രോങ് എന്നുള്ളത്. ആക്ച്വലി അവരുള്ളിൽ ഭയങ്കര വീക്കായിരിക്കും. അവർക്ക് പബ്ലിക്കിന്റെ അടുത്ത് കരയാൻ ഇഷ്ടമല്ല. അവര് ബാത്റൂമിലോ ആരും കാണാത്തടത്ത് അവര് കരയുന്നുണ്ടാവാം. അവരുള്ളിൽ അത്രയും വീക്ക് ആയവരാണ് ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഗേൾസിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഞാൻ അപ്പൊ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല ഒരു ദിവസം. അങ്ങനെയുള്ളവരിൽ യാങ് എനർജി കൂടുതലാണ്. സ്ട്രോങ് എന്ന് പറയുന്ന ആളുകൾ, യാങ് എന്ന് പറയുന്നത് മാസ്കുലിൻ എനർജിയാണ് അവർക്ക് കൂടുതൽ. ഈ കരയുന്ന ആളുകളിൽ ഫെമിനിൻ എനർജിയാണ് കൂടുതൽ. കരയുന്ന ആളുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിലേഷൻഷിപ്പിനാണ്, കരിയറിനേക്കാളും. ഒരു ബന്ധങ്ങൾക്കും അവര് കൂടുതൽ സംസാരിച്ച ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തൊക്കെയാണ്. പക്ഷെ മാസ്കുലിൻ എനർജി കൂടിയ ആളുകൾ, യാങ് എനർജി കൂടിയ ആളുകൾ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ആളുകളാണ്. അവർ ബിസിനസിനെ പറ്റി സംസാരിക്കുന്ന ആളുകളാണ്. കുറച്ചുകൂടെ ഹാർഷ് ആൻഡ് ടഫ് ആയിരിക്കും, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നവരായിരിക്കും. അതായത് ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെ എടുത്താലും അവരെ കാര്യം പറയും. അതെ അതെ, എനിക്ക് അത് പറ്റില്ല. അങ്ങനെ ഓപ്പോസിറ്റ് ഇപ്പം ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയില്ല. അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയ്യോ അവർക്ക് ഫീൽ ആവോ, അങ്ങനെ വിചാരിച്ചിരിക്കുന്ന. അങ്ങനെ തിങ്ക് ചെയ്യണതാണോ ബെറ്റർ, അതോ അവരെന്തും വിചാരിച്ചോട്ടെ, നമുക്ക് അതൊക്കെ ഓരോരുത്തർ ഡിപ്പെൻഡ് ആണോ? ആക്ച്വലി അത് എങ്ങനെയാ? വിൻ വിന്നിൽ നോ പറയാലോ. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കാതെ തന്നെ നോ പറയുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റുന്നതാണ്. രണ്ടും വേണം നമുക്ക്. നമുക്ക് ഒരുപാട് ഫെമിനിൻ ആയാലും ബുദ്ധിമുട്ടാണ്. അതായത് ആളുകള് നമ്മൾ വിക്റ്റിമായിട്ട് ജീവിക്കേണ്ടി വരും. നമുക്ക് ഒന്നും നോ പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി, എല്ലാ പെയിനും നമ്മൾ ഉള്ളിൽ വെച്ച് നടക്കണം. ചില നോ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമായിരിക്കും. ചില യെസ് ഈ പറയുന്ന പോലെ ഡിപ്രഷനിലോട്ട് നമ്മൾ എത്തിക്കുകയും ചെയ്യും. അപ്പൊ അത് യെസ് പറയേണ്ടടുത്ത് യെസ് പറയാം, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റണം. കൈൻഡ് ആയിട്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് കൈൻഡ് ആയിട്ട്. എങ്ങനെയൊക്കെ അല്ല, എനിക്കിപ്പോ സന്തോഷമായത് എനിക്ക് ഇനി ഹാർട്ട് അറ്റാക്ക് വരില്ല. ഞാൻ ഒരു ദിവസം എന്തെങ്കിലും ഒരു കരയണ സീൻ കണ്ട അപ്പൊ കരയുന്ന ആൾ. ഒരു ദിവസം ഞാൻ എങ്ങനെ പോയാലും TV നോക്കി കരഞ്ഞിട്ടുണ്ട്. ഒട്ടും നോ പറയാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് നോ പറയാൻ പറ്റുന്നുണ്ട്. എനിക്കങ്ങനെ നോ പറയേണ്ട അങ്ങനെ ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ നമുക്കിപ്പം, ചിലത് നമുക്ക് തീരെ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മള് നോക്കട്ടെ, അങ്ങനെ ഞാനത് നോക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ തിരക്കണം. നോന്ന് അങ്ങ് അടിച്ചുവിടാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന കുറവാണ്. ഓക്കെ. ഇതിങ്ങനെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്തപ്പോഴാണ് ഒരുപാട് ഡോക്ടറിന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എന്റെ ലൈഫിൽ മാറ്റം വന്നിട്ടാണ് ഇതിലേക്ക് ഞാൻ എത്തിയത്. ചിലപ്പോ നമ്മള് ഇതിലേക്ക് എത്തേണ്ട ആളായിരുന്നു എന്ന് തോന്നില്ലേ? പഠിച്ചത് വേറൊന്ന്, ചെയ്യുന്ന വേറൊന്ന്. അപ്പൊ ഇപ്പം എന്നെ പഠിച്ചത് എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ആങ്കറിങ് ചെയ്യുന്നത് പാഷൻ അതാണ്. അതുപോലെ
ഞാൻ ചൂസ് ചെയ്യാൻ അക്കൗണ്ടിങ് സൈഡാ പഠിച്ചത്, പക്ഷെ ഞാൻ ആങ്കറിംഗ് ആണ് എടുക്കുന്നത്. ഇതിൽ ഹാപ്പിയാണ്. യാ. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് അത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. എന്താണ് നമുക്ക് ഹാപ്പിനെസ് അതങ്ങ് ചെയ്യാം. അതാണ് നമ്മളുടെ ലൈഫ് പർപ്പസ് ഉം, എന്ന് ഉം, പറയുന്നത്. ഉം, അത് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കുന്നില്ല, നിങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. ഉം. അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നു, ഒരു രീതിയിലും പ്രഷർ തരുന്നില്ല, നിങ്ങൾ സെൽഫ് പ്രഷർ എടുക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ പാത്താണ്. ഓക്കെ ഓക്കെ. അടുത്തൊരു ജൻസി വീടാണ് പൂക്കി. ഈ പൂക്കി പൂക്കി വൈബ്, എല്ലാരും പൂക്കി വൈബ് എന്താണ് ആക്ച്വലി പൂക്കി വൈബ് എന്ന് അയ്യോ, അത് പഠിച്ചിട്ടുണ്ടോ? എനിക്ക് എന്നോട് ചോദിക്കാൻ വരാണ് എന്താണ്, എന്നെയല്ലേ ജെൻസി ഞാനാണോ? ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കാം, എന്താണ് പൂക്കി? പൂക്കിന്ന് വെച്ച് ഇങ്ങനെ പിടിക്കുന്നതാണോ പൂക്കിന്ന് മാത്രം അറിയാം, എന്താ യഥാർത്ഥത്തിൽ പൂക്കിന്ന് എനിക്കറിയില്ല. ക്യൂട്ടല്ലേ? അങ്ങനെയാണ്, കൊറിയൻ ഇതാന്ന് തോന്നുന്നു ഇങ്ങനെ പിടിക്കുന്നത്, ഇങ്ങനെ പോസ് ചെയ്യുന്നത്, അതൊക്കെയാണ് പൂക്കി. ലൈഫ് കോച്ചിൽ ഇല്ല പൂക്കി എന്ന് പറയുന്ന വേർഡ്. അയ്യോ, എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ലൈഫ് കോച്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാനൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആളുകളുടെ പ്രോബ്ലംസ് കേൾക്കുന്നു, നമ്മൾ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഡോക്ടറിന്റെ അടുത്ത് ഈ ജെൻസി പൂക്കി വൈബ്സിലുള്ള ആൾക്കാർ വരാറുണ്ടോ? ഒരുപാട് ജെൻസി കുട്ടികൾ വരാറുണ്ട്. ഞാൻ മുന്നേ ഒരു വീഡിയോ മൈൽ സ്റ്റോണിന്റെ തന്നെ ചെയ്തത് മെൻ ഡോൺ ക്രൈ, ആണുങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആണുങ്ങൾക്കും ഇമോഷൻസ് ഉണ്ട്, ഗേൾസിന് മാത്രമല്ല ഇമോഷൻസ് പറഞ്ഞൊരു വീഡിയോ, അതിന് അത്രയും റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറേ ആൺപിള്ളേര് എന്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, ആൺകുട്ടികൾ വന്നിട്ടുണ്ട്. ചില ആൺകുട്ടികൾ കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ആൺകുട്ടികൾക്കും ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് ഇംബാലൻസ് ഒക്കെ ഉണ്ടെന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ ഈ പെൺകുട്ടികളുടെ പീരിയഡ്സ് ടൈമില് ലൈക്ക് മൂഡ് സ്വിങ്സ് വരും. അപ്പൊ ചില ആൺകുട്ടികളൊക്കെ പറയും, പിന്നെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇറക്കിയേക്കണ വേർഡാണ് എന്ത് മൂഡ് സ്വിങ്സ്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടോ, മൂഡ് സ്വിങ്സ് ഉണ്ടോ? രണ്ടു കൂട്ടർക്കും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ പെൺകുട്ടികൾക്ക് പല പല മൂഡ് സ്വിങ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പീരിയഡ്സ് ടൈമിൽ മാത്രമല്ല, അതിന്റെ ഒരു 1 വീക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇമോഷണൽ പെയിനും ഫിസിക്കൽ പെയിനും രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പം അത് പല ആളുകളും ഓവറായിട്ട് സംസാരിച്ച കാര്യമാണ്, പെൺകുട്ടികളുടെ ഇമോഷണൽ മൂഡ് സ്വിങ്സ് ഒക്കെ. പക്ഷെ ആൺകുട്ടികളുടെ ഇമോഷൻസിനെ പറ്റി കൂടുതൽ ആരും സംസാരിച്ചിട്ടില്ല. കാരണം ആൺകുട്ടികൾക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പം ആരോട് സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാ. അവർക്ക് ഫസ്റ്റ് വരുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ആങ്സൈറ്റിയാ. പെൺകുട്ടികൾ കരയുന്ന സാഡ്നെസ് ആണെങ്കിൽ അവർ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. ആങ്സൈറ്റി വന്ന് അവർക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ ബോഡിയും ഒക്കെ ഉണ്ടാവുക. അപ്പം ആ ഒരു ടൈമിലായിരിക്കും ചിലപ്പോൾ വൈഫ് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ചിലപ്പോൾ വൈഫിനപ്പോൾ പീരീഡ്സ് ആയിരിക്കും, വൈഫ് വന്നിട്ട് അവരുടെ പ്രോബ്ലംസ് പറയുന്നു, അപ്പോഴാണ് വഴക്കുണ്ടാവുന്നത്. അപ്പം ഈ ആണുങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുമ്പോൾ അവരൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടുക, അവർക്ക് ചിലപ്പോൾ ഒന്ന് ട്രാവൽ ചെയ്യേണ്ടി വരും, അവർക്കൊന്ന് പുറത്തു പോയിട്ട് വരേണ്ടി വരും, ചിലപ്പം അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കേണ്ടി വരും. ഇപ്പം ക്ലാസ്സിലൊക്കെ വരുന്നവരോട് പറയാറുള്ളത്, അവർ പറഞ്ഞിട്ടുള്ളത് കാറ് പാർക്ക് ചെയ്തിട്ട് കരയാറുണ്ടെന്നൊക്കെയാണ്. കരഞ്ഞു കഴിയുമ്പോൾ അവർക്ക് റിലീസ് ആവും. 2-3 ഡേയ്സിനുള്ളിൽ ബോഡി റീസെറ്റ് ചെയ്യാൻ നാച്ചുറലി ബോഡിക്ക് അറിയാം. അതിനൊരാളെ ഹെൽപ്പ് തേടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഒരു 3 ഡേയ്സ് അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ അവർക്ക് തന്നെ അതിന്റെ സൊല്യൂഷൻ കിട്ടും. അപ്പൊ അതിലൂടെ അവർ സോൾവ് ചെയ്ത് പിന്നീട് അവര് മൂഡൊക്കെ ഓക്കെ ആവുന്ന സമയത്തായിരിക്കും എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പത്തെ ജെൻസി ജനറേഷനിൽ കൂടുതലും ഇമോഷണൽ ആയിട്ടുള്ള ബോയ്സ് ഉണ്ട്. അതായത് അവർക്ക് കൂടുതൽ അവർ ഓപ്പൺ അപ്പ് ആവുന്ന ആളുകളാണ്. പണ്ടുള്ള ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു അവർ പ്രോബ്ലംസ് പറയുന്നത് എന്തോ ഒരു നാണക്കേട് കുറവുമുള്ള ആളുകളാണ്. അതായത് അയ്യോ, ഞാൻ ഇനി എന്റെ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ വില കുറച്ച് കാണും, അല്ലെ, എന്നോടുള്ള റെസ്പെക്ട് പോവോന്നുള്ള ഒരു പേടിയാണ്. ഇപ്പത്തെ കുട്ടികൾ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. ഇപ്പത്തെ കുട്ടികള് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഒരു പയ്യൻ പറഞ്ഞതാണ്, ഞാൻ എന്റെ വില കളഞ്ഞിട്ടും അവളുടെ പുറകെ പോയി എന്നൊക്കെ. ചിലപ്പോ അങ്ങനെയൊക്കെ ആളുകൾ പോകുന്നുണ്ടാവും. അപ്പം അതായത് ഇപ്പത്തെ ജനറേഷനിൽ ഗേൾസ് ആണ് കുറച്ചും കൂടെ സ്ട്രോങ് എന്ന് ഗേൾസ് ക്ലെയിം ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അതില് ബോയ്സ് സ്ട്രോങ് അല്ലാന്നും ഗേൾസും ചില ബോയ്സും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജനറലൈസ് ചെയ്യുന്നതല്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ ബോയ്സിനും ഇമോഷൻസ് ഉണ്ട്, അവര് കല്ലല്ല, അവര് സ്ട്രോങ് ആണ്, അവര് കുടുംബത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എല്ലാം ഓവർകം ചെയ്യേണ്ട ഒരാളാണ് എന്ന് നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവർക്കും ഇമോഷൻസ് ഉണ്ട്, അവർക്കും ഒറ്റയ്ക്ക് ഇരിക്കണം, അവർക്കും സൊല്യൂഷനിലേക്ക് നാച്ചുറലി എത്തണം. പക്ഷെ അവര് നമ്മളെ പോലെ
പറയില്ല ഒന്നും. ഓപ്പൺ ആയിട്ട് ചിലപ്പം വിഷമങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല. ഒറ്റയ്ക്കായിരിക്കും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നവരുടെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വീട്ടിൽ ഒരാൾക്ക് കുറച്ച് ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇഷ്യൂ കാരണം ഇങ്ങനെ കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുമായിരിക്കും. ഒരാൾ അത്യാവശ്യം നോർമലിയുള്ള പോസിറ്റീവ്, പക്ഷെ ആൾക്ക് മറ്റൊരാളുടെ ഫേസ് കാണുമ്പോൾ എന്തോ പോലെ ഒരു പോസിറ്റിവിറ്റി നഷ്ടപ്പെടുന്ന പോലെ, അത് ആക്ച്വലി ഉണ്ടോ അങ്ങനെ? ദാറ്റ് ഇസ് സ്പിരിച്വൽ ഈഗോ. അതായത് ഇപ്പം ഒരു വീട്ടിൽ ഒരാള് ഈ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്ന ആളുകളായിരിക്കും. ചിലപ്പം കുറെ ബുക്സ് ഒക്കെ വായിച്ചിട്ട് നോളജ് ഉണ്ടാവും. അപ്പം ഇവര് ചെയ്യുന്ന രീതികളൊന്നും ഇവരെന്താ ചെയ്യുന്നത്, ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയല്ല ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്തോ ആയി എന്നുള്ളതും അവരൊന്നും അല്ല എന്നുള്ളതും സെപ്പറേഷൻ ആണ് അവിടെ വരുന്നത്. എപ്പൊ നമ്മൾ ആളുകളെ സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നു, അപ്പൊ തന്നെ നമ്മള് ലോ ഫ്രീക്വൻസിയിൽ എത്തി. അതായത് ഇപ്പം ഞാൻ ചില വീഡിയോസിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, നിങ്ങൾ നെഗറ്റീവ് സൈഡിൽ പോകുകയേ ചെയ്യരുത്, നെഗറ്റീവ് പറയുന്ന കേൾക്കാൻ പോലും നിൽക്കരുത്. കാരണം നമ്മളിവിടെ മനുഷ്യന്മാരുടെ ഇടയിലല്ലേ ജീവിക്കുന്നത്. നെഗറ്റീവ് കേൾക്കും, പറയും. പക്ഷെ എല്ലാ നെഗറ്റീവും നമ്മളെ എഫക്ട് ചെയ്യൊന്നുമില്ല. അത് ആ സെൻസിൽ എടുക്കുക. അത് അവരുടെ വിഷമങ്ങളാണ് അവർ പറയുന്നത്. അവർക്ക് ഈ പോസിറ്റീവായിട്ട് എപ്പോഴും സംസാരിക്കണം എന്ന് അറിവില്ലാത്തവരായിരിക്കാം. പോസിറ്റീവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എപ്പോഴെങ്കിലും? ഇല്ല. ഫുൾ ടൈം പോസിറ്റിവിറ്റി അല്ലല്ലോ നമ്മൾ പറയാം. നമുക്ക് ദേഷ്യമുണ്ട്, അപ്പം ആ രീതിയിലുള്ള ഇമോഷൻസ് കാണിക്കും. ആ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പം ഒരു മനുഷ്യനെ ആ മനുഷ്യന്റെ എല്ലാ ഇമോഷൻസും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ മനുഷ്യനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാതെ, അവരുടെ രീതി അതാണ്. അവര് തെറ്റല്ല, അതിന് ടോക്സിക് എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്യാതെ അവര് പഠിച്ചു വരുന്ന ഒരാളാണ്. ഇപ്പം ഒരു ജേർണിയില് ഒരാള് സെൽഫ് ഡിസ്കവറി ചെയ്തു, ഇവിടെ എത്തി. മറ്റൊരാൾ എവിടെ എത്തിയിട്ടുണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്ന് വെച്ച് ഞാൻ എല്ലാം നേടി എന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. അവരും ഇവിടെ എത്തും. അവർക്ക് ടൈം കൊടുക്കാം. ആ സെപ്പറേഷൻ ഇല്ലാതെ കാണാൻ. അല്ല, ഒരാളുടെ നെഗറ്റിവിറ്റി മറ്റുള്ളവർക്ക് പകരുവോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പകരുന്ന അസുഖമാണോ നെഗറ്റീവ് പോസിറ്റീവ്? പകരുന്ന അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ, അല്ല, ഒരാൾ ഇപ്പൊ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്, അപ്പം മറ്റാൾക്കുമ്പത്തേന് ഇങ്ങനെ പറയോ, ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കല്ലേ, എനിക്ക് കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല, കുറച്ച് അതുണ്ട്. ലൈക്ക് മിറർ ന്യൂറോൺസ് വർക്ക് ആവും. എന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ, അപ്പൊ ഞാനും അങ്ങനെയാവും. ലൈക്ക് മിറർ ന്യൂറോൺസ് വർക്ക് ആവും. ഇപ്പം നമ്മളിപ്പോ ഒരു പാർട്ടിയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവാണ്. അപ്പൊ പോയി വരുമ്പോ നമ്മൾ സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് പോകുന്നത്. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത്. പക്ഷെ സദ്യയൊക്കെ കഴിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡ്നെസ് അല്ലേ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ആളുകളുടെ ഇമോഷൻസിലും അവരുടെ ഓറയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പം അവര് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം. ചിലപ്പോ അടുത്തുള്ള ആളുകളെ കുറ്റമായിരിക്കാം. ചിലപ്പം അവരെ പറ്റി തന്നെ നെഗറ്റീവ് ആയിരിക്കാം. പുറത്ത് ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൂടെ വരുന്ന വേറെ ആയിരിക്കാം. ഇതൊക്കെ നമ്മളുടെ ഫീൽഡിലാണുള്ളത്. അപ്പൊ നമുക്ക് ഭയങ്കര ഡൗൺ ആയിട്ട് തോന്നും, ഫ്രസ്ട്രേഷൻ തോന്നും, ഹെഡേക്ക് ആണ് ആദ്യം വരിക, ഭയങ്കര തലവേദന ഫീൽ ചെയ്യും. അതുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് റിഫ്ലക്ഷൻ പോലെ മിറർ ന്യൂറോൺസ് വർക്ക് ആവും. മിറർ ന്യൂറോൺസ് ഉണ്ട് നമ്മൾക്ക്. അതുകൊണ്ടാണ് ഈ മിറർ മാനിഫെസ്റ്റേഷന് വേണ്ടി ആളുകൾ യൂസ് ചെയ്യുന്നത്. കണ്ണാടി നോക്കി പറയുക, കണ്ണാടി നോക്കി പറയുക. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഐ എം സോ ബ്യൂട്ടിഫുൾ, ഐ എം സോ ടാലന്റഡ്, ഐ എം സോ ടാലന്റഡ്. എനിക്ക് എന്നെ തന്നെ ഞാൻ തന്നെ നോക്കി, എനിക്ക് ഒരു പട്ടിക്കുഞ്ഞിന്റെ ആവശ്യമില്ല. അല്ല, അങ്ങനെ നല്ലതാണ് ശരിക്കും. നമുക്ക് നമ്മളെ പറ്റി ഒരു മതിപ്പുണ്ടാവുക. നല്ലതാണോ? ഇപ്പൊ കെന്നെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാൻ പറ്റും. അതായത് ചുറ്റിലുള്ള സിറ്റുവേഷൻ, ആളുകളിലൊക്കെ ആ ഒരു ഭംഗി, അല്ലെങ്കിൽ ആ ഭംഗി എന്ന് ഉദ്ദേശിച്ച എക്സ്റ്റേണൽ ബ്യൂട്ടി മാത്രല്ല, ആ ഇന്റേണൽ ബ്യൂട്ടിയും കൂടെ കാണാൻ പറ്റും. അത് ശരി. ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഹസ്ബൻഡ് ആളെന്ത് പാവല, അപ്പൊ പാപ്പ ചോദിക്കും അതിന് ഇപ്പം സംസാരിച്ചല്ലേ ഉള്ളൂ, ആള് പാവാണോ അല്ലയോ എന്ന് എങ്ങനെ നിനക്ക് ആ ഒരു 5 minutes 10 minutes സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായോ എന്ന് എന്നോട് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്നോട് സംസാരിക്കുന്ന രീതി വെച്ച് ഞാൻ പെട്ടെന്ന് എങ്ങനെ പറയും, എന്ത് പാവാല, അയ്യോ എന്ത് ഇതായിട്ടല്ല സംസാരിച്ചു, നീ ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ തിങ്ക് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഒരാളെ പറ്റി സംസാരിക്കുന്നത് ബ്രെയിൻ അറിയില്ല,
അത് അവരെ പറ്റിയാണോ നമ്മളെ പറ്റിയാണോ എന്നുള്ളത്. ഇപ്പൊ ശ്രീവിദ്യയോട് സംസാരിക്കുന്ന എല്ലാം ശ്രീവിദ്യയെ പറ്റിയാ സംസാരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ശ്രീവിദ്യ ഇപ്പൊ കെന്നയെ പറ്റിയാ പറയുന്നെങ്കിൽ കെന്നേനെ എന്റെ ബ്രെയിനിന് അറിയില്ല, എന്റെ ബ്രെയിനിനെ എന്നെ അറിയുള്ളൂ. അപ്പൊ എന്റെ ബ്രെയിൻ ചിന്തിക്കുന്ന ഒക്കെ ശ്രീവിദ്യ ഇങ്ങനെയുള്ള ഒരാളാണ്. ഓ കെന്ന ഓൾറെഡി ഐ എം ബ്യൂട്ടിഫുൾ എന്ന് ഡെയിലി പറയുന്നുണ്ട്. അപ്പം കെന്നയുടെ മൈൻഡിന് ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് അറിയാം. ഓക്കെ. അപ്പം കാണുന്ന എല്ലാത്തിലും ബ്യൂട്ടി കണ്ടെത്തണം എന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതാണ് നടക്കുന്നത്. ഓ ഞാൻ എല്ലാ ദിവസവും ഒരുങ്ങിക്കേണ്ടു എന്ത് ഭംഗി എന്നെ കാണാന്ന് ഞാൻ തന്നെ പറയാം. എന്നെ എന്ത് ഭംഗി. അപ്പൊ ഹസ്ബൻഡ് എങ്ങാനും താത്ത നോക്കിയാ കുഴപ്പമില്ല, എന്റെ കഥ ഞാൻ സുന്ദരിയാന്നും പറഞ്ഞിട്ടോ. അതൊരു തരത്തിൽ പോസിറ്റിവിറ്റി അല്ലേ. അപ്പൊ എനിക്ക് ഡെയിലി ഞാൻ ടോക്സിക് പോസിറ്റിവിറ്റി ആവാണ്ടിരുന്നാ മതി. അതായത് അതാണ് ഇപ്പം കുറെ വീഡിയോസിൽ പറയുന്നത് നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാന്നല്ല. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മള് നെഗറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോഴും ഇപ്പം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും നമ്മൾ അഫർമേഷൻ പറയണം. ഐ എം ഹാപ്പി, ഐ എം കോൺഫിഡന്റ്, ഐ എം ഹാപ്പി. വർക്കാവില്ല. കാരണം നാച്ചുറലി നമ്മളെ ബോഡിനെയും ബ്രെയിനിനെയും വരുന്ന ഇമോഷൻസ് പ്രോസസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കാതെ പോസിറ്റിവിറ്റി ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ടോക്സിക് പോസിറ്റിവിറ്റി. ഇപ്പൊ ഡിപ്രഷനിലുള്ള ഒരാളോട് ഇന്ന് രാത്രി തന്നെ 555 എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇത് ടോക്സിക് പോസിറ്റിവിറ്റി ആണ്. ആദ്യം ആ ഡിപ്രഷനിൽ നിന്നും അവരെ റിക്കവർ ആക്കുകയാണ് ചെയ്യേണ്ടത്. അവരെ റിക്കവർ ആക്കി അവർക്ക് നോർമൽ നമ്മൾക്ക് ആവശ്യമുള്ള കെമിക്കൽ റിലീസ് ചെയ്യാൻ അവർ കേപ്പബിൾ ആവണം. ആ കേപ്പബിൾ ആയിട്ട് അവർ ഓക്കെ ആയി അവരൊന്ന് ഹീൽ ചെയ്തിട്ടാണ് അവരുടെ ലൈഫിലോട്ട് അവർ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. അല്ല പാസീവ് ആയിട്ട് നമ്മൾ അതിന് ഡിസേർവിംഗ് ആയിട്ട് മാറും. നാച്ചുറലി ടെക്നിക്കോ അതിന് വേണ്ട. ഓക്കെ മനസ്സിലായി. ഒരു ലൈഫ് കോച്ച് എന്ന നിലയിൽ ചോദിക്കും, ഒരു പെർഫെക്റ്റ് ലൈഫ് അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നയിക്കുന്ന ആൾക്കാരുണ്ടാവോ? ഞാൻ പെർഫെക്ഷനിൽ വിശ്വസിക്കുന്നില്ല. ലൈഫ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റാ. നമ്മളെന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആയ ആളുകളാണ്. അപ്പൊ നമ്മളൊരു വാട്ടർ പോലെ, ഇപ്പം വാട്ടർ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഷേപ്പ് ഉണ്ട്, അതൊരു ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വേറെ ഷേപ്പാണ്. അപ്പൊ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റില്. കാരണം നമ്മൾ ഒരു റൂൾസും നമുക്ക് ഇടാണ്ടിരിക്കുക. ഓക്കെ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, അങ്ങനെയല്ല. നമ്മുടെ സോളിനെ അതിന്റെ വഴിക്ക് വിടുക. സോൾ എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് തന്നെയാണ്. സോളിന് ലൈറ്റ്നെസ്സും ഡാർക്ക്നെസ്സും ഉണ്ട്. പോസിറ്റിവിറ്റി മാത്രമല്ല നെഗറ്റിവിറ്റി ഉണ്ട്. ഞാൻ ക്ലാസ്സിലൂടെ നെഗറ്റിവിറ്റിക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഇതിലെനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ദേഷ്യമില്ലേ, നമുക്ക് കുറെ ആളുകളോടുള്ള ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ നമുക്കൊരു സ്പേസ് ഇല്ല. ലൈക്ക് കരയാൻ, ലൈക്ക് ഇപ്പം നോ പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഉള്ളിലൊരു വേദനയല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് റിലീസ് ചെയ്യണം. അതിനുള്ള സ്പേസ് നമുക്ക് വീട്ടിലില്ല, പക്ഷെ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. കരയാൻ വേണ്ടിട്ട് പില്ലോ എടുത്തെറിയാം, നമുക്ക് സ്ക്രീം ചെയ്യാം. അപ്പൊ അത് നമുക്ക് വേണം. നമ്മുടെ ഉള്ളിൽ നമ്മളെ ആനിമൽ സൈഡ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഏറ്റവും വേഴ്സ്റ്റ് സൈഡ് ഉണ്ട്. ആ സൈഡ് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ കുറെ പോസിറ്റിവിറ്റി നമ്മൾ കുത്തി നിറയ്ക്കാണ്. എന്നിട്ട് അത് അവിടുന്ന് സഫർ ചെയ്യാണ്. ഒരു ദിവസം ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരും. പോസിറ്റിവിറ്റിയെക്കാളും ഇത് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ടോക്സിക് ആയിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഡാർക്ക് സൈഡ് അല്ലെ ആനിമൽ സൈഡ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും റോങ് ആയിട്ടുള്ള വ്യക്തികളിലും ആയിരിക്കും. എക്സാമ്പിൾ ലൈഫ് പാർട്ട്ണർ. അതൊക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തല്ലേ, എവിടേക്കോ പോയിട്ട് ലാസ്റ്റ് ഒരു പെർഫെക്റ്റ് ലൈഫിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇംപെർഫെക്റ്റ് ലൈഫിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമ്മൾ ആരും ആവാണ്ടിരിക്കുക, നമ്മളാവുക. ഒരാളെ പോലെ ആവാൻ ഒരാൾക്കും പറ്റില്ല. എനിക്ക് ഒരിക്കലും കെന്നെ ആവാൻ പറ്റില്ല. എനിക്ക് ഒരിക്കലും ആരും ആവാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഞാൻ ആവാനേ പറ്റുള്ളൂ. എന്റെ ഇംപെർഫെക്ഷൻസ് എനിക്ക് അറിയാം. നമ്മൾ നോക്കാൻ പാടില്ല. ആരെയും ചേഞ്ച് ആക്കാൻ നിങ്ങൾ നോക്കാൻ പാടില്ല. ആദ്യം നിങ്ങളെ ചേഞ്ച് ആക്കുക. നിങ്ങളെ ചേഞ്ച് ആക്കാന്ന് പറയുന്നത് നിങ്ങളുടെ ട്രോമ റിലീസ് ചെയ്യാന്നുള്ളതാണ്. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് ഞാൻ എപ്പോഴും അകത്ത് നോട്ട് ചെയ്യാം. ഞാൻ അങ്ങനെ ആരെയും ചേഞ്ച് ആക്കാനോ അല്ലെങ്കിൽ അവരുടെ എനിക്കൊരു തിരുത്താനോ ഞാൻ പോകാറില്ല. ഞാൻ പറയും ഞാൻ ആരെയും തിരുത്താനോ പോകാറില്ല. എന്നെ ആരും തിരുത്താൻ വരണ്ട. ഇൻക്ലൂഡിങ് ഇപ്പൊ നമ്മളോട് പാരന്റ്സ് ഒക്കെ പറയാം, അല്ലെങ്കിൽ ആന്റിമാരൊക്കെ പറയൂ നീ സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഞാൻ അപ്പൊ പറയും ഞാൻ ആരോടൊന്നും പറയാം. എല്ലാവർക്കും അവരവരുടെ ഒരു ലൈഫിൽ അവർക്ക് അറിയാവുന്നത്. ഇനി ഞാൻ പറഞ്ഞു കൊടുത്ത്
നമുക്ക് തിരുത്താനുള്ള ഡ്യൂട്ടി നമ്മളെ ആരും ഏൽപ്പിച്ചിട്ടില്ല ഓക്കെ ഓക്കെ അല്ലേ? നമ്മളെന്തിനാ ആ റെസ്പോൺസിബിലിറ്റി എടുക്കുക? അതെ അതപ്പൊ അവരവരെ വഴിക്ക് വിടുക. അതെ നമ്മൾ നമ്മുടെ വഴിക്കങ്ങ് പോകും. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു. എനിക്ക് തന്നെ അറിയത്തില്ല, ഡോക്ടറിനോട് സംസാരിച്ചപ്പോ എനിക്ക് പല സൈഡിൽ നിന്നും വന്ന ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ആ ഒരു നാച്ചുറൽ ഫ്ലോയിൽ തന്നെ പോയി. എനിക്ക് തോന്നുന്നു ജെൻസീസിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കോൺവെർസേഷൻ ആണ്. നമ്മൾ കേട്ട് എപ്പോഴും പരിചയമുള്ള വാക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ നിന്ന് വരുമ്പോ ഞങ്ങളെ കാണാനായിട്ട് വരും. എന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അതിന്റെ മാനിഫെസ്റ്റേഷൻ ആവും. എനിക്കങ്ങ് ഇഷ്ടമായി, സന്തോഷമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.